Hi, I welcome all of you to the session. Let's begin the class. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ആർട്ടിക്കിൾസ് തന്നെയാണ്. അതിൻ്റെ രണ്ടാം ഭാഗമാണ്. ഈ രണ്ടാം ഭാഗം എന്ന് പറയുമ്പോൾ ഒന്നാം ഭാഗം നമ്മൾ പ്രധാനപ്പെട്ട ആർട്ടിക്കിളുകളായിട്ടുള്ള എയും ആനും അത് രണ്ടല്ലേ പഠിച്ചത്. എയുടെയും ആനിൻ്റെയും ഉപയോഗം വളരെ വിശദമായി പഠിക്കുകയും ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇതിന് മുമ്പത്തെ ക്ലാസ് കാണാത്തവർ തീർച്ചയായിട്ടും അത് കാണണം. അതിനുശേഷം മാത്രമേ ഇത് കാണാൻ പാടുള്ളൂ. അപ്പൊ നമ്മൾ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് ആയ എയും ആനും പഠിച്ചു. ഇൻഡെഫിനിറ്റ് എന്താ ഇൻഡെഫിനിറ്റ് എന്ന് പറയുന്നത്? വലിയ ഡെഫിനിറ്റ് അല്ലാത്ത കാര്യം പറയാൻ വേണ്ടിയിട്ട് അവിടെ ഏതൊരാളുണ്ട്, ദർ ഇസ് എ മാൻ. അവിടെ ഏതൊരാൾ വലിയ ഡെഫിനിറ്റ് അല്ല, ഏതോ ഒരു അല്ലെ, ദർ ഈസ് എ മാൻ. അങ്ങനെ ഡെഫിനിറ്റ് അല്ലാത്തത് പറയാൻ വേണ്ടിയിട്ട് എ ഇൻഡെഫിനിറ്റ്. പക്ഷെ നമുക്ക് ഡെഫിനിറ്റ് ആയ കാര്യം പറയുമ്പോൾ നമ്മൾ ദ ഉപയോഗിക്കും. അതാണ് ഞാൻ പറഞ്ഞ ആ ആൾ, ദിസ് ഈസ് ദ മാൻ ഐ ടോൾഡ്. മനസ്സിലായില്ലേ? അപ്പോൾ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത് എന്താണ്? ഡെഫിനിറ്റ് ആർട്ടിക്കിളായ ദായാണ്. ദ എവിടെ ഉപയോഗിക്കണം, എവിടെ ഉപയോഗിക്കണ്ട എന്നുള്ളത് നമ്മൾ വളരെ പെട്ടെന്ന് പറയും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വൊക്കാബുലറിയുടെ സെഷനും കൂടെ ഉണ്ടാവും ഇന്നത്തെ ക്ലാസ്. ഇന്നും എല്ലാ ദിവസവും വൊക്കാബുലറി അവസാനം ഒന്നോ രണ്ടോ വൊക്കാബുലറി ഡിസ്കസ് ചെയ്താണ് പോവുക. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിന്റെ പ്രത്യേകത വളരെ പെട്ടെന്ന് പറഞ്ഞു, കാരണം കുറച്ച് അധികം ഉള്ളത് കൊണ്ട് സിമ്പിളായി പറഞ്ഞു അല്ലേ? ഓക്കെ, അത് നാൻസി ഒന്ന് ഊന്നി പറയും. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഡെഫിനിറ്റ് ആർട്ടിക്കിളായ ദ ഉപയോഗിക്കുന്ന സന്ദർഭങ്ങൾ. ഒന്ന്, യൂസ് ദ വെൻ ഇറ്റ്സ് ഒബ്വിയസ്. വെൻ ഇറ്റ്സ് ഒബ്വിയസ് വിച്ച് തിങ് വി ആർ ടോക്കിംഗ് അബൌട്ട്. നമ്മൾ സംസാരിക്കുന്ന ഒരു കാര്യത്തെ ഒബ്വിയസ് ആക്കി പറയാൻ വേണ്ടി, വ്യക്തമാക്കി പറയാൻ വേണ്ടി ദ ഉപയോഗിക്കുന്നു. ദിസ് ഈസ് ദ ജനറൽ പ്രിൻസിപ്പിൾ ഓഫ് ദ യൂസേജ് ഓഫ് ദ. ദ ഉപയോഗിക്കുന്ന ആദ്യത്തെ പ്രധാനപ്പെട്ട കാര്യം, could you shut the door please. could you shut the door എന്ന് പറയുന്നത് നമ്മളത് ഊന്നി പറയുകയാണ്. കാരണം വെച്ചാൽ വെറുതെ അടയ്ക്കിന്ന് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ അടയ്ക്കാൻ പറ്റില്ല. പുസ്തകം തുറന്നു വെച്ചാൽ പുസ്തകം അടയ്ക്കാം, വായ അടയ്ക്കാം, പലതും അടയ്ക്കാം. അപ്പൊ ദ ഡോർ എന്ന് പറഞ്ഞിരിക്കാം. ഡോറിനെയാണ് നമ്മൾ വിൻഡോ, ജനൽ അടയ്ക്കാം. ഐ ക്ലീൻഡ് ദ ബാത്റൂം. അവിടെ ക്ലീൻ ചെയ്യാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്, പക്ഷെ ബാത്റൂമിന് നമ്മൾ ഊന്നൽ നൽകിക്കൊണ്ട് ഐ ക്ലീൻഡ് ദ ബാത്റൂം ദിസ് മോർണിംഗ്. ഇതാണ് ജനറൽ ആയിട്ടുള്ള റൂൾ എന്ന് പറയുന്നത്. എന്നാൽ to refer to something which has already been mentioned, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം വീണ്ടും എടുത്തു പറയാൻ എന്താ ഉപയോഗിക്കും? ശ്രദ്ധിക്കുക, അത് കാണാതെ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല, ജസ്റ്റ് മനസ്സിലാക്കി പോയാൽ മതി. അതുകൊണ്ട് സ്പീഡിൽ ഞാൻ പറഞ്ഞു പോകും. നിങ്ങൾ ബേജാറാവൊന്നും വേണ്ടത്. സ്പീഡിൽ ഇങ്ങനെ പറഞ്ഞു പോയാൽ നിങ്ങൾക്ക് വല്ലതും മനസ്സിലാവുമോ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട. കാരണം അങ്ങനെ മനസ്സിലാവൊന്നും വേണ്ട, കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് അണ്ടർസ്റ്റാൻഡിങ്. ഓക്കെ, അപ്പൊ റെഫർ to something which has already been mentioned. He was talking to a man. അയാളോട് സംസാരിക്കുകയായിരുന്നു. അയാൾക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ഇല്ല, a man. പക്ഷെ അയാളെ കുറിച്ച് വീണ്ടും പറയാം, the man was laughing. ആ മനുഷ്യൻ ചിരിക്കുകയായിരുന്നു. ആ ആൾ, ആ മനുഷ്യൻ. ഓക്കെ, അതുകൊണ്ട് the man was laughing. അപ്പൊ ആദ്യം പറഞ്ഞ ആളെ കുറിച്ച് വീണ്ടും ഓൾറെഡി ബീൻ മെൻഷൻഡ് ആയ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട്. she gave him a present. ഓനൊരു സമ്മാനം കൊടുത്തു. എ പ്രസന്റ് അത്ര വലിയ പ്രാധാന്യമൊന്നുമില്ല. അവന് ഒത്തിരി സമ്മാനങ്ങൾ കൊടുക്കാറുണ്ട്. അതുകൊണ്ട് ഈ സമ്മാനത്തിന് അത്രമാത്രം വലിയ പ്രാധാന്യമൊന്നുമില്ല എങ്കിലും ദ പ്രസന്റ് വാസ് വെരി എക്സ്പെൻസീവ്. ഈ സമ്മാനം വളരെ വിലപിടിപ്പുള്ളതാണ്. ഈ സമ്മാനം വളരെ വിലപിടിപ്പുള്ളതാണ്. ഓക്കെ, രണ്ടാമത്തെ റൂൾ മനസ്സിലായോ? എന്ത് സംശയം ഉണ്ടോ? പെട്ടെന്ന് ചോദിച്ചോളണം. ഇഫ് യു ഹാവ് എനി ഡൗട്ട്, you are welcome to get cleared. No doubt. Yes. മൂന്നാമത്തെ റൂളിലേക്ക് പോവാണ്. To define, identify a particular person or a particular object. ഒരു പർട്ടിക്കുലർ ആയ വ്യക്തിയെ കുറിച്ച്, ഒരു പർട്ടിക്കുലർ ആയ വസ്തുവിനെ കുറിച്ച് പറയാൻ ദാ ഉപയോഗിക്കുന്നു. The man who wrote this book is famous. The man who wrote this book, ഈ പുസ്തകം എഴുതിയ ആ ആൾ, the man who wrote this book. I scratched the red car parked outside. പുറത്തു പാർക്ക് ചെയ്ത ആ ചുവന്ന കാറിലാണ് ഞാൻ സ്ക്രാച്ചില്ല വരുന്നത്. He is the doctor I came to see. ഞാൻ കാണാൻ വന്ന ആ ഡോക്ടർ ഇയാളാണ്. അവിടെ ഒത്തിരി ഡോക്ടർമാരുണ്ടാവും, പക്ഷെ ഞാൻ കാണാൻ വന്ന ആ ഡോക്ടർ, the doctor I came to see. അപ്പൊ ഇതൊരു പർട്ടിക്കുലർ പേഴ്സൺ ആയില്ലേ? അപ്പൊ ഒരു പർട്ടിക്കുലർ പേഴ്സൺ, ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റ് പറയാൻ വേണ്ടി ദാ ഉപയോഗിക്കും. തസ്നീമേ, 3 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഒന്നാമത്തെ കാര്യം കാര്യങ്ങൾ ഓബ്വിയസ് ആയി പറയാൻ. രണ്ടാമത്തെ കാര്യം പറഞ്ഞതിനെ വീണ്ടും എടുത്തു പറയാൻ. മൂന്നാമത്തെ കാര്യം പർട്ടിക്കുലർ പേഴ്സൺ, പർട്ടിക്കുലർ ഒബ്ജക്റ്റ് പറയാൻ വേണ്ടി. നാലാമത്തെ പോയിന്റ്, use that to refer people objects that are unique.
or only one. ഒരെണ്ണം മാത്രമുള്ള യുണീക്ക് ആയിട്ടുള്ള ഈ പ്രപഞ്ചത്തിൽ ഒരെണ്ണം മാത്രമുള്ള യുണീക്ക് ആയിട്ടുള്ളതിനെ കുറിച്ച് പറയാൻ വേണ്ടി നമ്മൾ ദ ഉപയോഗിക്കും. ദ സൺ, എത്രണ്ണം ഉണ്ട് സൺ? സൂര്യൻ എത്രണ്ണം ഉണ്ട്? ഒരെണ്ണേ ഉള്ളൂ. ദ സൺ റോസ് അറ്റ് 6:17 അല്ലേ? ദിസ് മോർണിംഗ് യു ക്യാൻ ഗോ എനിവർ ഇൻ ദ വേൾഡ്. ദ വേൾഡ് ഒന്നേ ഉള്ളൂ, ദ മൂൺ ഒന്നേ ഉള്ളൂ, ദ സ്കൈ ഒന്നേ ഉള്ളൂ, ദ പോപ്പ്, ലോകത്തിലൊരു പോപ്പ് അല്ലേ? ഇനി ഹു ഇസ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ? ഇന്ത്യക്ക് എത്ര പ്രസിഡന്റ് ഉണ്ട്? ഒരു പ്രസിഡന്റേ ഉള്ളൂ, ദ പ്രസിഡന്റ്. ഓക്കെ, അഞ്ജലി 1, 2, 3 പറയണം. പറയാം, നോ പ്രോബ്ലം. ഡു യു ബിലീവ് ഗോഡ് ക്രിയേറ്റഡ് ദ യൂണിവേഴ്സ്, ദ എർത്ത്? അപ്പൊ ഈ ലോകത്ത് ഒരെണ്ണം മാത്രമുള്ളതിനെ കുറിച്ച് പറയുമ്പോൾ യുണീക്കായത് അതെന്തോ ആവാം. ഈ പ്രപഞ്ചത്തിലെ ഈ ഭൂമിയിലെ ഒരെണ്ണം മാത്രമുള്ളതിനെ കുറിച്ച് പറയാൻ ദ ഉപയോഗിക്കും. ദ സൺ, ദ മൂൺ, ദ സ്കൈ, ദ പോപ്പ്, ദ പ്രസിഡന്റ്, ദ എർത്ത്, ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. കേട്ടോ, ഓക്കെ. അപ്പോൾ നമ്മൾ 4 കാര്യം പറഞ്ഞു. 1, 2 ഒന്നുകൂടെ പറയണമെന്നാണ് പറയുന്നത്. ഓക്കെ, ആയിക്കോട്ടെ, പറയാം, നോ പ്രോബ്ലം. അപ്പൊ നമുക്ക് വീണ്ടും പുറകോട്ടൊന്ന് തിരിച്ചു വരാം. പുറകോട്ടൊന്ന് മടങ്ങി വരാം. ഓക്കെ, ഒന്നാമത്തെ റൂൾ എന്ന് പറയുന്നത് ഒബ്വിയസ് ആയ ഒരു കാര്യം പറയാൻ വേണ്ടി, എന്തൊരു കാര്യത്തെക്കുറിച്ച് ഒബ്വിയസ് വ്യക്തമായി പറയാൻ, അത് ജനറൽ റൂളാണ്, കൂടുതൽ വിശദീകരണത്തിന് ആവശ്യമില്ല. 2, പറഞ്ഞ സംഗതിയെക്കുറിച്ച് അല്ലെ വ്യക്തിയെക്കുറിച്ച് വീണ്ടും പറയാൻ. ഷീ ഗേവ് ഹിം എ പ്രസന്റ്, അവനൊരു സമ്മാനം കൊടുത്തു. ദ പ്രസന്റ് വാസ് വെരി എക്സ്പെൻസീവ്. ആ സമ്മാനം ആദ്യം പറഞ്ഞ പിന്നെയും പറയില്ലേ, അവിടെ ദ വേണം. 3-ാമത്തെ പോയിന്റ്, പർട്ടിക്കുലർ പേഴ്സൺ ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റ്. ദ മാൻ ഹു റോട്ട് ദിസ് ബുക്ക്, ഈ പുസ്തകം എഴുതിയ ആ മനുഷ്യൻ, അങ്ങനെ പറയില്ലേ, ആ അത്തരം സിറ്റുവേഷനിൽ പർട്ടിക്കുലർ പേഴ്സൺ, പർട്ടിക്കുലർ ഒബ്ജക്റ്റ്. 4-ാമത്തെ പോയിന്റ്, യുണീക്ക് ഓർ ഓൺലി വൺ ഇൻ ദ വേൾഡ്. 4 പോയിന്റ് മനസ്സിലായില്ലേ? അങ്ങനെയെങ്കിൽ നമ്മൾ മുമ്പോട്ട് പോകാം. എങ്ങനെയാ മുമ്പോട്ട് പോവാ? ഇവിടെ ഒരു അഡീഷണൽ പോയിന്റ് പറയാണ്. ഈ ലോകത്ത് ഒരെണ്ണം മാത്രമുള്ള, പ്രപഞ്ചത്തിൽ ഒരെണ്ണം മാത്രമുള്ള ഭൂമിയും സൂര്യനും ചന്ദ്രനെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ദാ ഉപയോഗിക്കുന്നു. എന്നാൽ നമ്മൾ സ്പേസ് ഇല്ലേ, ശൂന്യാകാശം, അതിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? ദാ ഉപയോഗിക്കുന്നില്ല. ഓക്കെ, അപ്പൊ നോക്കൂ, there are millions of stars in the space എന്ന് പറഞ്ഞ തെറ്റാണ്. There are millions of stars in space എന്ന് പറഞ്ഞാൽ മതി. ഇനി the space is too small to park in my car, ഇത് ശരിയാണ്. ഇവിടെ സ്പേസ് എന്ന് പറയുന്നത് സ്ഥലം, പ്ലേസ് അല്ലെ? സ്പേസ്, സ്ഥലം. നമ്മൾ വാഹനമൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റുന്ന സ്ഥലം അല്ലെങ്കിൽ എന്തെങ്കിലും സ്ഥലം എന്ന അർത്ഥത്തിലാണ് സ്പേസ് യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ അതിനെ സ്ട്രെസ് ചെയ്യാൻ വേണ്ടി ദ ഉപയോഗിക്കാം. നേരത്തെ പറഞ്ഞ പോലെ അതിന് സ്ട്രെസ് കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒബ്വിയസ് ആയി പറയാൻ വേണ്ടിയിട്ടോ ഒക്കെ ഉപയോഗിക്കാം. ശൂന്യാകാശ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ 5-ാമത്തെ റൂള്, ഗോഡ്, നേച്ചർ, ഹെവന്, ഹെല്ല്, ഇവയുടെ മുമ്പിൽ നമ്മൾ ദ ഉപയോഗിക്കാറില്ല, ആവശ്യമില്ല. ഗോഡ് ദൈവം, നേച്ചർ പ്രകൃതി, സ്വർഗവും നരകവും ഹെവൻ ആൻഡ് ഹെൽ, ഇതിന്റെ ഒന്നും മുമ്പിൽ എന്ത് വേണ്ട? ദ വേണ്ട. ഓക്കെ, അടുത്തത് 6-ാമത്തേലേക്ക് വരാം. എന്താ 6-ാമത്തെ ചോദ്യം? 6-ാമത്തെ പോയിന്റ്, യൂസ് ദ വിത്ത് adjectives to refer whole group of people. ഒരു ഹോൾ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ഒരു കൂട്ടം ആളുകളെ കുറിച്ച് പറയാൻ. ദ ഇന്ത്യൻ എൻജോയ് ക്രിക്കറ്റ്, ഇന്ത്യക്കാർ ക്രിക്കറ്റ് ആസ്വദിക്കുന്നു. ദ ഇന്ത്യക്കാർ എന്ന ആണ് ഇവിടുത്തെ ഇന്ത്യന്റെ അർത്ഥം. അപ്പോൾ ഹോൾ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണ്. സോ ദ വേണം. ദ എൽഡേർലി, മുതിർന്നവർ. എൽഡേർലി മീൻസ് മുതിർന്നവർ, മുതിർന്നവർ. അപ്പോൾ ഇവിടെ ദ വേണം. ഷി ഹാസ് ഗിവൺ എ ലോട്ട് ഓഫ് മണി ടു ദ പുവർ, പാവപ്പെട്ടവർക്ക്. ദ പുവർ, പാവപ്പെട്ടവർ, അതൊരു കൂട്ടം, ഹോൾ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണ്. സോ ദ ഷുഡ് ബി, അവിടെ എന്താ ഉപയോഗിക്കണം? ദ റിച്ച് മെൻ, ദ പുവർ മെൻ എന്ന പ്രയോഗങ്ങൾ ശരിയല്ല, ശ്രദ്ധിക്കണേ. ദ റിച്ച് എന്ന് പറയാം, ദ റിച്ച് മെൻ എന്ന് പറയുന്നത്. മെൻ എന്ന് ഉപയോഗിക്കുമ്പോൾ ദാ വേണ്ട. റിച്ച് മെൻ, പുവർ മെൻ, പാവപ്പെട്ടവർ, അപ്പൊ ദാ വേണ്ട.
അല്ലാതെ ദ പുവർ എന്ന് പറയാം, ദ റിച്ച് എന്ന് പറയാം. മനസ്സിലായില്ലേ? പാവപ്പെട്ടവർ, പണക്കാർ. അപ്പൊ ഹോൾ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ കുറിച്ച് പറയാൻ ദ വേണം. സംശയം ഉണ്ടോ ചോദിച്ചോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിച്ചോളൂ. Do you have any doubt? No. If you have any doubt, you can ask right now. No issues. Okay, very good. അങ്ങനെയാണെങ്കിൽ നമ്മൾ വീണ്ടും മുമ്പോട്ട് പോവാണ്. ഓക്കെ, you use the to refer to the people or object if it's only one in that context. ഒരു കോണ്ടെക്സ്റ്റിൽ ഒരെണ്ണം ഉള്ളെങ്കിൽ only one in a context. നേരത്തെ പറഞ്ഞു ഈ പ്രപഞ്ചത്തിൽ ഒരെണ്ണം മാത്രമുള്ളത്, ഈ യൂണിവേഴ്സിൽ അല്ലെങ്കിൽ ഈ എർത്തിൽ ഒരെണ്ണം മാത്രം. പക്ഷേ ഒരു കോണ്ടെക്സ്റ്റിൽ ഒന്ന് മാത്രമേ ഉള്ളെങ്കിൽ, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ദ ഇന്ത്യൻ പ്രസിഡന്റ് എന്ന് പറഞ്ഞു, ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. അപ്പോ പ്രസിഡന്റിന്റെ മുമ്പിൽ ദ കൂട്ടി. കാരണം ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യത്ത് ഇന്ത്യയുടെ പ്രസിഡന്റ്, ലോകത്തിൽ എത്ര ഇന്ത്യയുണ്ട്? ഒരു ഇന്ത്യയുള്ളൂ. അപ്പൊ ഇന്ത്യയുടെ പ്രസിഡന്റ് ലോകത്തിൽ ഒന്ന്. അപ്പൊ ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. അപ്പൊ അങ്ങനെ പറയാം. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളിപ്പോ ഒരു അയൽക്കൂട്ടത്തിന്റെ സെക്രട്ടറിയാണ് അല്ലെ പ്രസിഡന്റാണെന്ന് വിചാരിക്കാം. ഓക്കെ, അയൽക്കൂട്ടത്തിന്റെ. അപ്പൊ അഞ്ജലിന്റെ അയൽക്കൂട്ടത്തിന്റെ പേരെന്താ? അഞ്ജലിന്റെ അയൽക്കൂട്ടത്തിന്റെ പേര് സുന്ദരി അയൽക്കൂട്ടാണെന്ന് വിചാരിക്കാം. അപ്പൊ അഞ്ജലി ഈസ് ദ പ്രസിഡന്റ് ഓഫ് സുന്ദരി അയൽക്കൂട്ടം, ദ സെക്രട്ടറി ഓഫ് സുന്ദരി അയൽക്കൂട്ടം. കാരണം എന്താ? അഞ്ജലിന്റെ നാട്ടില്, ആ കോണ്ടെക്സ്റ്റില്, അഞ്ജലിന്റെ ആ ഒരു പ്രദേശത്ത് സുന്ദരി എന്ന് പറയുന്ന ഒരു അയൽക്കൂട്ടേ ഉള്ളൂ. ആ കോണ്ടെക്സ്റ്റിൽ ഒരെണ്ണേ ഉള്ളൂ. അതുകൊണ്ട് ദ പ്രസിഡന്റ് ഓഫ് സുന്ദരി അയൽക്കൂട്ടം എന്ന് പറയാം, ദ സെക്രട്ടറി ഓഫ് സുന്ദരി അയൽക്കൂട്ടം എന്ന് പറയാം. ഓക്കെ, അയൽക്കൂട്ടല്ലേ അഞ്ജലിക്ക്? ശരി, പുറത്താക്കിയ ജീന ഖജാൻജിയാന്ന് തോന്നുന്നുണ്ട് അയൽക്കൂട്ടത്തിന്റെ, അല്ലേ? ഖജാൻജിയാണോ? അല്ലല്ലോ. എന്നാണ് അണ്ണ അക്കാദമിയിൽ ഒരു കുട്ടീൻ്റെ കാര്യം അറിയാലോ. പണ്ട് അണ്ണ അക്കാദമിയിലുള്ള സമയത്തേ നമുക്കൊരു വേണ്ടപ്പെട്ടൊരു കുട്ടി ഉണ്ടായിരുന്നു. തൽക്കാലം ഞാൻ റസീനാണെന്ന് വിചാരിക്കും. റസീനല്ല കേട്ടോ. ഓക്കെ, നീ റസീനെ കളിയാക്കണ്ട. അപ്പോൾ മൂപ്പര് അയൽക്കൂട്ടത്തിന്റെ സെക്രട്ടറി പ്രസിഡന്റ് ഒന്നും ആയിരുന്നു. അപ്പോൾ ഒരു ദിവസം ക്ലാസ് ഇറക്കും, നമ്മളൊക്കെ എല്ലാ കാര്യങ്ങൾക്കും സഹായിക്കുന്ന ഒരാളാണ്. ക്ലാസ് എടുത്തോണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഗ്രൂപ്പിലൊക്കെ എല്ലാ കാര്യങ്ങളൊക്കെ ഇടും, എല്ലാ സംഗതികളൊക്കെ ആൾ ഉഷാറാണ്, എല്ലാത്തിനും ഹെൽപ്പൊക്കെ ചെയ്യും. അപ്പോൾ ഒരു ദിവസം ഞാൻ പറഞ്ഞു, ഒരു സ്പെഷ്യൽ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുക. സ്പെഷ്യൽ ക്ലാസ്സിൽ 500-1000 പേരൊക്കെ പങ്കെടുക്കുമല്ലോ. അപ്പോൾ എല്ലാവരും ക്ലാസ്സിൻ്റെ ലിങ്ക് ചോദിച്ചപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ഇട്ട് കൊടുക്കണേന്ന് പറഞ്ഞു ഞാൻ ആ കുട്ടീനോട്. അപ്പോൾ ഗ്രൂപ്പിൻ്റെ ലിങ്ക് സമയമായപ്പോൾ ഇട്ട് കൊടുത്തു. ആള് ഏത് അയൽക്കൂട്ടത്തിൻ്റെ സെക്രട്ടറി പ്രസിഡന്റ് ആയിരുന്നു, ഗ്രൂപ്പ് മാറിപ്പോയി. അവർ അയൽക്കൂട്ടത്തിൻ്റെ ലിങ്ക് ഇട്ട് കൊടുത്ത്. പെട്ടെന്ന് അയൽക്കൂട്ടത്തിലെ മെമ്പർമാർ നോക്കുമ്പോൾ ഒറ്റയടിക്ക് ചെറവറാന്ന് പറഞ്ഞിട്ട് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുക. വേഗം കാര്യം അന്വേഷിച്ചപ്പോഴല്ലേ അറിയുന്നത് നമ്മളെ ലിങ്ക് ചോർന്നു പോയി എന്നുള്ളത്. അപ്പോൾ എന്ന് പറഞ്ഞ മാതിരി ആയിപ്പോയി. അപ്പൊ നമുക്ക് നോക്കാം. യൂസ് ദാറ്റ് ടു റെഫർ പീപ്പിൾ ഓർ ഒബ്ജക്റ്റ് ഇഫ് ഇറ്റ്സ് ഓൺലി വൺ ഇൻ ദാറ്റ് കോണ്ടെക്സ്റ്റ്. ഒരു കോണ്ടെക്സ്റ്റിൽ ഒരെണ്ണം മാത്രമേ ഉള്ളൂ എങ്കിൽ, വി ലിവ് ഇൻ എ സ്മോൾ ഹൗസ് നെക്സ്റ്റ് ടു ദ ചർച്ച്. ഇവിടെ ആ നാട്ടിൽ ഒരു ചർച്ച് മാത്രമേ ഉള്ളൂ. ലുക്ക് അറ്റ് ദ ബോയ് ഓ ദേവ്, ദ സബ് ഇൻസ്പെക്ടർ ഓഫ് ദ ലൊക്കാലിറ്റി. ആ ലൊക്കാലിറ്റിയിൽ എത്ര സബ് ഇൻസ്പെക്ടർ ഉണ്ട്? ഒരാൾ മാത്രമേ ഉള്ളൂ. എത്ര ഉണ്ട് അശ്വതിയെ? ഒരാൾ മാത്രമേ ഉള്ളൂ. അൻസി? ഓക്കെ, ഒറ്റ ആൾ. അപ്പൊ അത് മനസ്സിലായല്ലോ? മനസ്സിലായി. ഇനി യൂസ് ദ ബിഫോർ ദ നെയിം ഓഫ് എ വെൽ നോൺ ഓർ ഹോളി ബുക്ക്. ഹോളി ഓർ വെൽ നോൺ ബുക്കിന്റെ മുമ്പില്, ഹോളി ഓർ വെൽ നോൺ ബുക്കിന്റെ മുമ്പിൽ ദ ബൈബിൾ, ദ രാമായണ, ദ ഖുറാൻ. കാരണം ഇതൊക്കെ ഹോളി ബുക്സുകളാണ്, അല്ലെ? അതുപോലെ ദ ഇലിയഡ്, ദ ഒഡീസി, എവരി ഇന്ത്യൻ ഷുഡ് സ്റ്റഡി ദ വേദാസ്. അപ്പൊ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള അല്ലെ ഹോളി ബുക്സുകളുടെ, വെൽ നോൺ ബുക്സുകളുടെ മുമ്പിൽ ദാ ഉപയോഗിക്കുന്നു. പോയിന്റ് ഓർത്തിരിക്കട്ടോ, 8ാമത്തെ പോയിന്റ് ആണ്. ഇതൊന്നും വാരി വലിച്ച് നോട്ട് എഴുതാൻ നിൽക്കട്ടെ. ജസ്റ്റ് ഇതാ ഞാൻ ഈ അണ്ടർലൈൻ ഇടുന്ന വെൽ നോൺ ഒരു ഹോളി ബുക്ക് എന്ന് എഴുതി വെക്കുക. താഴെ എക്സാമ്പിൾ ആയിട്ട് ദ ബൈബിൾ, ദ രാമായണ, ദ ഖുറാൻ, ദ ഇലിയഡ് മതി. അത്രേ പാടുള്ളൂ നോട്ട് കേട്ടോ. അതെല്ലാം കൂടെ വാരി വലിച്ച് എഴുതാൻ നിൽക്കണ്ട.
ഇനി ശ്രദ്ധിക്കുക, വെൻ ബുക്ക് ഇസ് റിഫേർഡ് വിത്ത് ഇറ്റ്സ് ഓതേഴ്സ് നെയിം, ആളുകളുടെ പേര് ഉപയോഗിച്ചിട്ട് ഈ ബുക്കുകൾ പറയുകയാണെങ്കിൽ, ഇതിൽ ഏതെങ്കിലും ഗ്രന്ഥത്തിന്റെ ഓതറിന്റെ പേര് വെച്ചിട്ടാ പറയുന്നതെങ്കിൽ ചെയ്യാൻ പാടില്ല, ദാ ഉപയോഗിക്കാൻ പാടില്ല. വാൽമീകി എഴുതിയതാണ് രാമായണം, നമുക്കറിയാം. വാൽമീകീസ് രാമായണ. വാൽമീകിന്റെ മുമ്പിൽ ദ വാൽമീകീസ് രാമായണം എന്ന് പറയണ്ട. നമ്മൾ വെറും രാമായണം എന്ന് പറയുമ്പോൾ രാമായണം എന്ന് പറയാം. വാൽമീകിന്റെ പേരിന് മുമ്പ് ചേർത്താൽ എന്താ വേണ്ട. കാരണം മനുഷ്യന്മാരുടെ പേരുകൾക്ക് മുമ്പിൽ, മനുഷ്യന്മാരുടെ പേരുകളെ, മനുഷ്യന്റെയും സ്ഥലത്തിന്റെയും പേരിനെ ഇംഗ്ലീഷില് പേഴ്സണൽ, എന്താ പറയാ, എന്തിനാണ് മറവിയാ, ഭയങ്കര മറവിയാ ചില സമയത്ത്. മറവിയല്ല, ചില സമയത്ത് ചില വാക്കുകൾ പ്രോപ്പർ നൗൺ. യെസ്, പ്രോപ്പർ നൗൺ ആണ്. പ്രോപ്പർ നൗൺ എന്ന് അതിന് പറയാം. എന്താണ് പ്രോപ്പർ നൗൺ? എന്തിനാ പ്രോപ്പർ നൗൺ എന്ന് പറയാ? മനുഷ്യന്റെയോ സ്ഥലത്തിന്റെയോ പേരിന് പ്രോപ്പർ നൗൺ എന്ന് പറയും. ഈ പ്രോപ്പർ നൗണിന്റെ മുമ്പിൽ എന്ത് ചെയ്യാൻ പാടില്ല? ദാ ചേർക്കാൻ പാടില്ല. നോ ദ ഇൻ ഫ്രണ്ട് ഓഫ്, അല്ലെ, ദാ പാടില്ല. എവിടെയാ? പ്രോപ്പർ നൗണുകളുടെ മുമ്പിൽ. യെസ്, അതുകൊണ്ട് വാൽമീകി ഒരാളുടെ പേരാണ്, സോ പ്രോപ്പർ നൗൺ ആയതുകൊണ്ട് ദാ പാടില്ല. ഹോമേഴ്സ് ഒഡീസി, ഹോമറിന്റെ മുമ്പിൽ പാടില്ല. ഈ പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ അടുത്ത പോയിന്റിലേക്ക് വരാം. യൂസ് ദ വിത്ത് ഡീക്കേഡ്സ്. ദശാബ്ദങ്ങൾ. ഇപ്പൊ ഹി വാസ് ബോൺ ഇൻ ദ 70s, ദ 1820s, അങ്ങനെ ഡീക്കേഡ്സുകൾ, 10 വർഷം കൂടുന്ന ദശാബ്ദം കാലഘട്ടങ്ങളെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? ദ ഉപയോഗിക്കുന്നു. ഇനി 10ാമത്തത്, വിത്ത് ദ കൺട്രീസ് ദാറ്റ് ഹാവ് പ്ലൂറൽ നെയിംസ്. സാധാരണ രീതിയിൽ രാജ്യത്തിന്റെ പേര്, സ്ഥലത്തിന്റെ പേര്, മനുഷ്യന്റെ പേര്, ഇതൊക്കെ പ്രോപ്പർ നൗൺസ് ആണ്. സോ ദ കനോട്ട് ബി യൂസ്ഡ്. ദ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കാൻ പാടില്ല. ദ ഇന്ത്യ, ദ ഓസ്ട്രേലിയ, ദ ജപ്പാൻ എന്നൊന്നും പറയാൻ പാടില്ല. ഒരു രാജ്യത്തിന്റെ മുമ്പിലും എന്ത് ചെയ്യാൻ പാടില്ല? ദ ഉപയോഗിക്കാൻ പാടില്ല. രാജ്യത്തിന്റെ പേരുകളുടെ മുമ്പിൽ ഉപയോഗിക്കാൻ പാടില്ല. മനസ്സിലായല്ലോ? മനസ്സിലായി. ഓക്കെ. എന്നാൽ ചില രാജ്യങ്ങളുണ്ട്, നെതർലാൻഡ്സ്, ഫിലിപ്പൈൻസ്, അങ്ങനത്തെ ചില രാജ്യങ്ങളുണ്ട്. ഓക്കെ, അങ്ങനെയുള്ള രാജ്യങ്ങളുടെ പ്ലൂറൽ, ദ മാൽദീവ്സ്, ദ നെതർലാൻഡ്സ്, ദ ഫിലിപ്പൈൻസ്, അവിടെ മാത്രം ഉപയോഗിക്കാം. സെഞ്ചുറീസ് വരില്ല, ഡിക്കേഡ്സ് കേട്ടോ, ഡിക്കേഡ്സ്, ദശാബ്ദങ്ങൾ. ആരാത്? യുണൈറ്റഡ് കിങ്ഡം എന്ന് പറയുന്നത് ഞാൻ പറയാം. വെയിറ്റ്, ദിനിഷ, ഗുഡ് ക്വസ്റ്റ്യൻ. വെയിറ്റ്, ഇനി പറയാൻ പോണ പോയിന്റ് അതാ വരും കേട്ടോ. ഇനി നോക്കിയേ, യൂസ് ദ ബിഫോർ. അല്ല, ഇപ്പൊ തന്നെ പറഞ്ഞു പോവാം. ഒരാളപ്പൊ ചോദിച്ചു, ഇപ്പൊ ഇംഗ്ലണ്ട് എന്ന് പറയുന്ന ഒരു രാജ്യത്തിന്റെ പേരാണ് ഇംഗ്ലണ്ട്. ദ ഇംഗ്ലണ്ട് എന്ന് പറയാൻ പാടില്ല. പക്ഷെ നമുക്കറിയാം യുണൈറ്റഡ് കിങ്ഡം, UK അല്ലെ, യുണൈറ്റഡ് കിങ്ഡം, ഇതിന്റെ മുമ്പിൽ എന്ത് ചെയ്യാം? ദാ ഉപയോഗിക്കാം. അതായത് കിങ്ഡം, റിപ്പബ്ലിക് തുടങ്ങിയ വാക്കുകൾ വരുമ്പോൾ ദാ ഉപയോഗിക്കും. ദ യുണൈറ്റഡ് കിങ്ഡം, ദ റിപ്പബ്ലിക് ഓഫ് ചൈന. അല്ലാതെ രാജ്യത്തിന്റെ പേര് മാത്രമായിട്ട് ഉപയോഗിക്കുമ്പോൾ പാടില്ല. ഇനി യൂസ് ദ ബിഫോർ ദ നെയിം ഓഫ് ദ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഇൻ ദ സെൻസ് ഓഫ് പ്ലേ. വാദ്യോപകരണങ്ങൾ പ്ലേ ചെയ്യാന്ന് പറയുമ്പോൾ ദ ഉപയോഗിക്കണം. വീണ ക്യാൻ പ്ലേ ദ വീണ വെൽ. ഈ വീണ മനുഷ്യനാണ്, ഇത് മനുഷ്യനാണ്. ഇതെന്താ വീണ? അത് വാദ്യോപകരണമായിട്ടുള്ള വീണ. എന്തിനാ ഇവിടെ ദ ഉപയോഗിച്ചിരിക്കുന്നത്? പ്ലേ ഉണ്ട്. വീണ ക്യാൻ പ്ലേ ദ വീണ. ഹി കാൺട് പ്ലേ ദ തബല. രേഖ പ്ലേഡ് ദ പിയാനോ. ബ്യൂട്ടിഫുള്ളി. അപ്പൊ ദ പിയാനോ, ദ തബല, ദ വീണ. വീണേന്റെയും തബലേന്റെയും പിയാനോന്റെയും മുമ്പിൽ എപ്പോഴും ദാ ചേർക്കണം എന്ന് വല്ല നിർബന്ധമുണ്ടോ? നിർബന്ധമൊന്നുമില്ല. ചിലപ്പോൾ നിങ്ങൾ ചില നോട്ട് പുസ്തകത്തിൽ, ചില ഗ്രാമർ ബുക്കിലൊക്കെ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. വാദ്യോപകരണങ്ങളുടെ മുമ്പിൽ ദാ ഉപയോഗിക്കണം, അങ്ങനെ പറയാൻ പറ്റില്ല. എപ്പോ ഉപയോഗിക്കണം? പ്ലേ എന്ന അർത്ഥത്തിൽ പറയുമ്പോൾ മാത്രം. ആ പ്ലേ എന്ന് പറയുന്ന വേർഡാണ് അവിടെ പ്രശ്നം. ഓക്കെ, യെസ്. പ്ലേ ഓൺ എന്ന് പറയാം. പ്ലേ ഓൺ എന്ന് പറയുന്ന ഒരു പ്രയോഗമുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്.
പ്ലേ ചെയ്യുന്ന കാര്യത്തിനല്ലാതെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റിനെ കുറിച്ച് പറയുമ്പോൾ മറ്റു ആർട്ടിക്കിളുകൾ ഉപയോഗിക്കാം. ഓക്കെ, ഐ ഹാവ് എ പിയാനോ. എ പിയാനോ എന്ന് പറയാം, അവിടെ ദ പിയാനോ എന്ന് പറയേണ്ട ആവശ്യമില്ല. ഐ ഹാവ് എ പിയാനോ. ഇനി ദ ഉപയോഗിക്കണമെങ്കിൽ എപ്പോൾ ഉപയോഗിക്കാം? വേറെ അതിനെന്തെങ്കിലും പ്രാധാന്യം കൊടുത്തിട്ട് അതിന് മുമ്പ് എന്തെങ്കിലും പറഞ്ഞിരിക്കണം. ഒരു പിയാനോനെ കുറിച്ച് പറഞ്ഞിട്ട് അല്ല ഇവിടെ പറയാം ഐ ഹാവ് എ പിയാനോ, എനിക്കൊരു പിയാനോ ഉണ്ട്, ദ പിയാനോ ഇസ് നോട്ട് വർക്കിംഗ്. രണ്ടാമത് എടുത്ത് പറയുമ്പോൾ ദ പിയാനോ എന്ന് പറയാൻ പ്രോബ്ലം. അല്ലെങ്കിൽ പ്ലേ എന്ന അർത്ഥത്തിൽ പറയുമ്പോൾ ദ പിയാനോ പറയണം, നിർബന്ധമാണ്. ഇനി പ്ലേ ഓൺ എന്ന ക്രിയ ഉപയോഗിക്കുമ്പോൾ ആർട്ടിക്കിൾ ഉപയോഗിക്കേണ്ടതില്ല. പ്ലേ വരുമ്പോൾ ദാ വേണമെന്ന് പറഞ്ഞെങ്കിൽ കൂടി പറയാ പ്ലേയിന്റെ കൂടെ ഓൺ വന്നാൽ പ്ലേ ഓൺ പിയാനോ, പ്ലേസ് ഓൺ ഫ്ലൂട്ട്, അപ്പൊ ദാ ഉപയോഗിക്കുന്നില്ല. അത് പ്ലേ ഓൺ എന്ന് പറയുന്ന ഒരു ഫ്രേസൽ വെർബാണ്. ഓക്കെ, പ്ലേ ഓൺ എന്ന് പറയുന്നത്. അപ്പൊ അതിനുള്ള സംശയം തീർന്നില്ലേ? തീർന്നോ? സംശയമായിട്ട് ചോദിക്കാട്ടോ, അതിനല്ലേ നിങ്ങൾ ലൈവ് വന്നിരിക്കുന്നത്. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, മുമ്പോട്ട് പോവാം. യൂസ് ദൗ വിത്ത് ദ കൺട്രീസ് ദാറ്റ് ഇൻക്ലൂഡ് ദ വേർഡ്സ് റിപ്പബ്ലിക്, കിങ്ഡം, സ്റ്റേറ്റ്സ്. നേരത്തെ ആരാ ചോദിച്ചില്ലേ? യുണൈറ്റഡ് കിങ്ഡം, റിപ്പബ്ലിക്, സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന വാക്കുകൾ ഉണ്ടെങ്കിൽ ദാ വേണം. ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ദ റിപ്പബ്ലിക് ഓഫ് അയർലാൻഡ്. മുമ്പോട്ട് പോവാം. യൂസ് ദ വിത്ത് ന്യൂസ് പേപ്പർ നെയിംസ്. പത്രങ്ങളുടെ പേരുകൾ പറയുമ്പോൾ ദ ഹിന്ദു, ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്, ദ ടൈംസ് ഓഫ് ഇന്ത്യ. ഓക്കെ, ദ ഡെക്കാൻ ക്രോണിക്കിൾ. പത്രത്തിന് മുമ്പിൽ ദ ഉപയോഗിക്കണം, പത്രത്തിന്റെ പേരുകളുടെ മുമ്പിൽ. അത് മറ്റ് ഭാഷകളിലാണെങ്കിൽ നിർബന്ധമൊന്നുമില്ല. മാതൃഭൂമി, ദ മാതൃഭൂമി എന്ന് നിർബന്ധമായിട്ട് ഉപയോഗിക്കണം എന്നൊക്കെ പറയാൻ സാധിക്കില്ല. പക്ഷെ അത് ഇംഗ്ലീഷിൽ പറയുമ്പോൾ ദ മാതൃഭൂമി, ദ മലയാള മനോരമ, ദ ഇന്ത്യൻ എക്സ്പ്രസ് എന്നൊക്കെ ഇംഗ്ലീഷിലാണ് പത്രത്തിന്റെ പേര് പറയുന്നതെങ്കിൽ ദ വേണം. യൂസ് ദ with the names of the mountain range. Mountain ranges in മുമ്പിൽ the Himalaya lies in the northern parts of India. Hiking across the Rocky Mountains. Mountain ranges. മലനിരകളെ കുറിച്ച് പറയുമ്പോൾ ദാ വേണം. മലനിരകളെ കുറിച്ച് പറയുമ്പോൾ ദാ വേണം. ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരു പീക്കിനെ കുറിച്ച് പറയുമ്പോൾ വേണ്ട. ഓക്കെ, ഹിമാലയ മലനിരകളാണ്, അതുകൊണ്ട് വേണം. എവറസ്റ്റിന്റെ മുമ്പിൽ വേണ്ട. വൈ? എവറസ്റ്റ് ഈസ് കൊടുമുടി അല്ലേ, ഒരു ഹയസ്റ്റ് പീക്ക്. എവറസ്റ്റ് ഈസ് ദ ഹയസ്റ്റ് പീക്ക് ഇൻ ദ വേൾഡ് എന്ന് പറയുമ്പോൾ ദ വേണ്ട. അങ്ങനെ പറഞ്ഞാൽ അത് തെറ്റാണ്. ഹിന്ദു എന്ന് തുടക്കം പറയണം. എവിടെ പറഞ്ഞാലും എന്താ ദ ഹിന്ദു എന്ന് പറയണം ന്യൂസ് പേപ്പർ. ഓക്കെ, ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ചെയ്യിക്കും. ഡൗട്ട് ഒന്നും വരില്ല. ഈ പറയുന്ന പോയിന്റ്സ് ഒക്കെ ജസ്റ്റ് കേട്ടു പോകും. അതിന് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ സംഗതി ഓക്കെ ആവും. ഷീ പ്ലേഡ് ദ പിയാനോ. റസീന പ്ലേഡ് എന്ന് പറയും. പ്ലേ വരുമ്പോൾ ദാ വേണം. ഷീ പ്ലേഡ് ദ പിയാനോ. ഓക്കെ, യെസ്. ഇനി നമ്മുടെ പോയിന്റിലേക്ക് വരാം. യൂസ് ദ വിത്ത് ദ നെയിംസ് ഓഫ് ദ ഫേമസ് ബിൽഡിങ്സ്. ഫേമസ് ബിൽഡിങ്ങുകളുടെ കൂടെ, വർക്ക്സ് ഓഫ് ആർട്ട്, വലിയ കലാ വർക്കുകളുടെ കൂടെ, മ്യൂസിയത്തിന്റെ കൂടെ, മോണിമെന്റ്സ് കൂടെയൊക്കെ വേണം. ഓക്കെ, ഹാവ് യു ബീൻ ടു ഇന്ദിര മെമ്മോറിയൽ? ഇന്ദിര മെമ്മോറിയൽ പോയിട്ടുണ്ടോ എന്ന്. വി വെന്റ് ടു ദ ലോവർ മ്യൂസിയം ആണ്. ആൻഡ് സോ ദ മൊണാലിസ. മൊണാലിസ എന്ന് പറഞ്ഞ ഒരു വലിയ ആർട്ട് വർക്കാണ്, വർക്ക്സ് ഓഫ് ആർട്ട്, ഫേമസ് ആയിട്ടുള്ള. അപ്പൊ അതുകൊണ്ടാണ് മൊണാലിസിന്റെ മുമ്പിൽ ദാ ചേർത്തത്. ലോവർ ഒരു മ്യൂസിയം ആണ്, അതുകൊണ്ടാണ് ദാ ചേർത്തത്. ദ ഇന്ദിര മെമ്മോറിയൽ ഒരു മ്യൂസിയം ആണ്, അതുകൊണ്ടാണ് ദാ ചേർത്തത്. ഐ വിസിറ്റ് ദ താജ്മഹൽ. താജ്മഹൽ ഒരു മോണിമെന്റ് ആണ്, അതുകൊണ്ടാണ് ദ താജ്മഹൽ എന്ന് പറഞ്ഞത്. ഓക്കെ, ഡൗട്ട് ഉണ്ടോ? ക്ലിയർ? യെസ്. അടുത്തത്, യൂണിവേഴ്സിറ്റി, സ്കൂള് തുടങ്ങിയ പൊതുസ്ഥാപനങ്ങൾക്ക് മുമ്പിൽ ദാ ഉപയോഗിക്കുന്നു. ദ യൂണിവേഴ്സിറ്റി ഓഫ് കേരള, ദ യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ്, ദ NSS കോളേജ്, ദ ഗ്രീൻ ഹിൽസ് പബ്ലിക് സ്കൂൾ, ദ സാക്രഡ് ഹാർട്ട് സ്കൂൾ, ദ ഗുഡ് ഷെപ്പേർഡ് സ്കൂൾ. സ്കൂളിന്റെ യൂണിവേഴ്സിറ്റിക്ക് മുമ്പിൽ ദാ ചേർക്കും നോർമൽ കേസിൽ. എന്നാൽ വ്യക്തികളുടെയോ സ്ഥലത്തിന്റെയോ നാമം ഉൾക്കൊള്ളുന്ന സ്ഥാപനങ്ങൾക്കൊപ്പം ദാ പാടില്ല.
അത് ഈ പറയുന്നതിന്റെ കൂടെ പ്രോപ്പർ നൗൺ, നേരത്തെ പറഞ്ഞ പ്രോപ്പർ നൗൺ അല്ലേ? വാട്ട് ഈസ് പ്രോപ്പർ നൗൺ? പേരുകൾ, സ്ഥലത്തിന്റെയോ വ്യക്തിയുടെയോ രാജ്യത്തിന്റെയോ പ്രോപ്പർ നൗൺ മീൻസ് നെയിംസ്. ഓക്കെ, നെയിംസ് ആണ് പേരുകൾ. കേരള ഇത് പ്രോപ്പർ നൗൺ ആണ്. അതിന് മുമ്പേ എന്ത് പാടില്ല? ദാ പാടില്ല. കേരള യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ പാടില്ല. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ ദാ പാടില്ല. പഴശ്ശിരാജ കോളേജ് പാടില്ല. സെന്റ് പോൾസ്, പഴശ്ശിയും സെന്റ് പോൾസും ഒക്കെ പ്രോപ്പർ നൗൺസ് ആണ്, ആളുകളുടെയും സ്ഥലത്തിന്റെയും ഒക്കെ പേരുകളാണ്. അപ്പൊ ഇത്തരം സിറ്റുവേഷൻസ് ജസ്റ്റ് ഒന്ന് ഓർക്കുക. ഞാൻ വളരെ അഡ്വാൻസ്ഡ് ആയി പറഞ്ഞു പോവാണ്, അതുകൊണ്ടാണ് ഇത്രയധികം പോയിന്റ്സുകൾ വരുന്നത്. ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി, കാണാതെ കുത്തിയിരുന്ന് പഠിക്കണ്ട. ചോദ്യങ്ങൾ ചെയ്യാം. അപ്പൊ ഈ പറഞ്ഞ പോയിന്റ്സുകളൊക്കെ അവിടെ വരും. അപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെ വീണ്ടും ഓർമ്മ വരും. ഡോണ്ട് വറി, 3 ഒക്കെ പഠിക്കണോ എന്ന് ആരും ചിന്തിച്ച് ബേജാറാവരുത്. ഒരു പോയിന്റ് പോലും ഞാൻ വിടുന്നില്ല. എല്ലാ പോയിന്റും ഉൾക്കൊള്ളിച്ചുകൊണ്ട്, കാരണം ഇത് എനിക്ക് ക്രാഷ് കോഴ്സ് ആയിട്ട് ചെയ്യാം, പക്ഷേ ദിസ് ഇസ് നോട്ട് ക്രാഷ് കോഴ്സ്, ദിസ് ഇസ് ഡീറ്റെയിൽ കോഴ്സ്. ബട്ട് ഒരു ക്രാഷ് കോഴ്സ് ചെയ്യുന്നത് പോലെ ഡീറ്റെയിൽ ക്ലാസ് എടുക്കുക ചെയ്യുന്നത്. ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് അങ്ങ് പോകും ക്ലാസ്. ഓക്കെ, എവറസ്റ്റിന് മുമ്പിൽ, എവറസ്റ്റ് ഇസ് എ പീക്ക്. സെറീന, വെരി ഗുഡ് ക്വസ്റ്റ്യൻ. എവറസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? എവറസ്റ്റിന്റെ മുമ്പിൽ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത് ഞാൻ പറഞ്ഞു. എന്തുകൊണ്ടാണ് പാടില്ലാത്തത്? എവറസ്റ്റ് എന്ന് പറയുന്നത് ഒരു എവറസ്റ്റ് ഒരു സിംഗിൾ പീക്കാണ്. അപ്പൊ അവിടെ എന്താ വേണോ? വേണ്ട. പക്ഷെ ഹിമാലയ എന്ന് പറയുമ്പോൾ വേണം. ഹിമാലയ കാരണം അതൊരു മൗണ്ടൻ റേഞ്ച് ആണ്. അവിടെ കുറെ പീക്സുകൾ കൂടി ചേർന്നിട്ടാണ് ഹിമാലയ ഉണ്ടാകുക. ഇത് ഒരു പീക്കാണ്. ഇത് ഹിമാലയ എന്ന് പറയുമ്പോൾ ഇങ്ങനെ കുറെ പീക്സ് ഉണ്ടാവും. അതേപോലെ വെസ്റ്റേൺ ഗട്ട്സ് വേണോ? വെസ്റ്റേൺ ഗട്ട്സ് നിങ്ങൾ പറയാം, വെസ്റ്റേൺ ഗട്ട്സിന് മുമ്പിൽ വേണോ? പശ്ചിമഘട്ട മലനിരകളാണ്, വേണം. സോ ദ വെസ്റ്റേൺ ഗട്ട്സ്. പക്ഷേ ആനമുടി വേണോ? വേണ്ട. ദാ ആനമുടി എന്ന് പറയരുത്. ആരവല്ലി വേണോ? ആരവല്ലി മലനിരകളാണ് അല്ലെ? ആരവല്ലി മൗണ്ടൻ റേഞ്ചസ് ആണ്. അപ്പൊ ആരവല്ലി. എന്നാൽ മൗണ്ട് K2 അല്ലെങ്കിൽ മൗണ്ട് അബു അല്ലെ? മൗണ്ട് K2 ഇതാ വേണോ? വേണ്ട. കാരണം ആരവല്ലിയിലെ ഒരു സിംഗിൾ പീക്കാണ് മൗണ്ട് K2. ഗോട്ട് ഇറ്റ്? കാര്യം മനസ്സിലായോ? യെസ്. ഇനി നമ്മൾ അടുത്ത പോയിന്റിലേക്ക് വരാം. യൂസ് ദ ബിഫോർ പ്രോപ്പർ നൗൺ. അതിന് മുമ്പത്തെ പോയിന്റ് പറഞ്ഞോ നമ്മൾ? ഇല്ല, പറഞ്ഞില്ല. യൂസ് ദ ബിഫോർ ദ സിംഗുലർ നൗൺ ടു റെപ്രസെന്റ് ഹോൾ ക്ലാസ്. ശ്രദ്ധിക്കണേ, വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ഞാൻ പറയാൻ പാടുള്ളത്. ഒരു സിംഗുലർ നൗണ് ഒരു ഹോൾ ക്ലാസിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുമ്പോൾ അതെങ്ങനെയാ? ശ്രദ്ധിക്കാം. ഇവിടെ ഞാൻ പറയുന്നു ദ ഡോഗ് ഈസ് എ ഡൊമസ്റ്റിക് ആനിമൽ. ഇതൊരു സിംഗിൾ നൗണാണ്, സിംഗുലർ നൗൺ. ഇത് ഹോൾ, ഈ ഡോഗ് ഏത് ഡോഗാ? ലോകത്തിലെ മുഴുവൻ ഡോഗിനെയാണ് സൂചിപ്പിക്കുന്നത്, ഹോൾ ക്ലാസിനെയാണ്. സോ ദ ഡോഗ്. ദ കൗ ഈസ് ട്രീറ്റഡ് ആസ് ദ മദർ ഓഫ് മാൻകൈൻഡ്. ദ കൗ, ഏത് കൗ? എല്ലാ പശുക്കളെ കുറിച്ചാണ് പറയുന്നത്. ദ എലിഫന്റ്, എലിഫന്റ് സിംഗുലർ ആണ്. ദ എലിഫന്റ് ഇസ് എ സ്ട്രോങ് ആനിമൽ. ഏത് എലിഫന്റ്? ഹോൾ ക്ലാസ്, എല്ലാ ആനകളും. ഫോക്സ് അല്ലെ? ദ ഫോക്സ് ഇസ് വെരി കണ്ണിങ്. ദ റോസ് ഈസ് ദ സ്വീറ്റസ്റ്റ് ഓഫ് ഓൾ ഫ്ലവേഴ്സ്. ദ ലോട്ടസ് ഈസ് എ ലവ്ലി ഫ്ലവർ. ഇത് പറയുമ്പോൾ ശ്രദ്ധിക്കണം, പരീക്ഷയ്ക്ക് ഇത് തിരിച്ചും മറിച്ചും ചോദിച്ചിട്ടുണ്ട്. പല ആൾക്കാർക്ക് ഇതിന്റെ ഉത്തരം അറിയില്ല. പല ഗ്രാമർ പുസ്തകങ്ങളിലും ഇത് തെറ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. കാരണം ഇപ്പൊ പശുവിനെ വെച്ചിട്ടുള്ള ചോദ്യം പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്. ഒരു പ്രാവശ്യം പരീക്ഷയ്ക്ക് വന്ന ചോദ്യം പറയാം. ഡാഷ് cow is
Dash cow is a good animal. അല്ലേ വേണ്ട. Cow gives milk. ഇവിടെ ദാ വേണോ എ വേണോ ആൻ വേണോ അല്ലെങ്കിൽ നോ ആർട്ടിക്കിൾ? പരീക്ഷയ്ക്ക് ഇങ്ങനെ ചോദിച്ചു, നിങ്ങൾ എന്ത് ഉത്തരം എഴുതും? ചോദ്യം 1, ഡാഷ് കൗ ഗിവ്സ് മിൽക്ക്. അപ്പൊ ഒരു സംശയം വേണ്ട, എന്താണ് ഇതിന്റെ ഉത്തരം? PSC ചോദിച്ച ചോദ്യ. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ദ കൗ ഗിവ്സ് മിൽക്ക്. അപ്പൊ പിന്നെ പല ആളുകളും പറയാൻ തുടങ്ങി പശുവിനെ 2-3 പ്രാവശ്യം ചോദിച്ചു. കൗ വന്നു കഴിഞ്ഞാൽ ദാ വേണം. അങ്ങനത്തെ ഗ്രാമർ പുസ്തകങ്ങളിൽ തന്നെ ആ പോയിന്റ് അങ്ങനെ എഴുതി വെച്ചായിട്ട് കണ്ടിട്ടുണ്ട്. പശു കൗവിന്റെ മുമ്പിൽ ദാ വേണം, കൗവിന്റെ മുമ്പിൽ ദാ വേണം, അങ്ങനെ പഠിച്ചു. അടുത്ത പരീക്ഷയ്ക്ക് ചോദിച്ചു, കുറെ പരീക്ഷയ്ക്ക് ഇങ്ങനെ തന്നെ ചോദിച്ചേ. അപ്പൊ ഒരു പരീക്ഷയ്ക്ക് തിരിച്ചു വെച്ചു, തിരിച്ചല്ല, ചെറിയൊരു മാറ്റം പറ്റി ചോദിച്ചു. Cows give milk. മിൽക്കിന്റെ കേസല്ലോ, വേറെ എന്താണ് ചോദിച്ചത് എനിക്ക് ഓർമ്മയില്ല. കൗസ് ആർ ഗുഡ് ആനിമൽസ് എന്നോ അങ്ങനെ എന്താ ചോദിച്ചത്. കൗസ് ആർ ഗുഡ് ആനിമൽ, അങ്ങനെ ആയിക്കോട്ടെ, എന്തെങ്കിലും ആയിക്കോട്ടെ. ഗുഡ് ആനിമൽ, കാരണം ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ സിമ്പിൾ പേഴ്സണല പറയാം. ഇവിടെ നോ ആർട്ടിക്കിൾ ആണ്. കാരണം എന്താ? വാട്ട് ഈസ് ദ റീസൺ? വൈ? വന്ത പ്രിൻസ് അങ്ങനെ പറയാൻ കാരണം? വൈ? കൗസ് ഇസ് പ്ലൂറൽ നൗൺ ആണ്. അതാണ് അതിന്റെ വ്യത്യാസം കേട്ടോ. അപ്പൊ ഈ ഡിഫറൻസ് വ്യക്തമായിട്ട് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കണം. അപ്പോൾ എപ്പോഴും നേരത്തെ പറഞ്ഞ പോയിന്റിലേക്ക് ഞാൻ ഒന്നുകൂടെ തിരികെ വരികയാണ്. സിംഗുലർ നൗൺ ഹോൾ ക്ലാസ്സിനെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ചാൽ ദാ വേണം. ഓക്കെ, ഇനി നമ്മൾ അടുത്ത പോയിന്റിലേക്ക് പോവാം. യൂസ് ദ ബിഫോർ ദ പ്രോപ്പർ നൗൺ. പ്രോപ്പർ നൗൺ എന്ന് നിങ്ങൾക്ക് അറിയാം, നേരത്തെ പറഞ്ഞ പേരുകളൊക്കെ അല്ലേ. when it's used as a common noun. പ്രോപ്പർ നൗണിന്റെ മുമ്പിൽ സാധാരണ ദാ ഉപയോഗിക്കാൻ പാടില്ല, പക്ഷെ എപ്പോഴെങ്കിലും അതൊരു കോമൺ നൗൺ ആയിട്ടാണ് പറയുന്നതെങ്കിൽ ഉപയോഗിക്കണം. ഷേക്സ്പിയർ ഈസ് എ വെൽ നോൺ ഡ്രാമാറ്റിസ്റ്റ്. ഷേക്സ്പിയർ വലിയ ആളൊക്കെയാണ്, പക്ഷെ അദ്ദേഹത്തിന് മുമ്പിൽ ഒരിക്കലും ദാ ചേർക്കരുത്, ബിക്കോസ് ഷേക്സ്പിയർ ഒരു വ്യക്തിയുടെ പേരാണ്. പക്ഷേ കാളിദാസ ഇസ് ദ ഷേക്സ്പിയർ ഓഫ് ഇന്ത്യ. കാളിദാസൻ ഇന്ത്യയുടെ ഷേക്സ്പിയർ ആണ്. ഇവിടെ ഷേക്സ്പിയർ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു ജനറൽ സെൻസിലാണ്, അതായത് കോമൺ നൗൺ ആയിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു കോമൺ ആയിട്ടുള്ള നൗൺ ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അതേപോലെ നോക്കി, വെനീസ് ഒരു സ്ഥലപ്പേരാണ്, ഉപയോഗിക്കാൻ പാടില്ല ദാ. പക്ഷേ വാസ് ഫേമസ് ബിസിനസ് സെന്റർ. ആലപ്പി ഈസ് ദ വെനീസ്. ആലപ്പുഴ എന്ന് പറയുന്നത് ദ വെനീസ് ഓഫ് ദ ഈസ്റ്റ്, ഈസ്റ്റിന്റെ വെനീസ് ആണ്. അത്തരം സിറ്റുവേഷനിൽ എന്ത് ചെയ്യും സുജി? ദാ ഉപയോഗിക്കും. അപ്പൊ അത്തരം അപൂർവം ഘട്ടങ്ങളിൽ മാത്രം പ്രോപ്പർ നൗണിന്റെ കൂടെ ദാ ഉപയോഗിക്കാം. എപ്പോഴാണ്? കോമൺ നൗൺ ആയിട്ട്, പ്രോപ്പർ നൗണിനെ കോമൺ നൗൺ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ ദാ ഉപയോഗിക്കാം. അടുത്ത പോയിന്റ്, യൂസ് ദ ബിഫോർ ദ നെയിം ഓഫ് ആൻ ഓഷ്യൻ. ഓഷ്യൻ സമുദ്രത്തിന്റെ അല്ലെ, സീ, റിവർ, ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ്, ഡെസേർട്ട്, മരുഭൂമിയിലെ വാലി, താഴ്വരകള്, കനാല്, അതിന്റെയൊക്കെ മുമ്പിൽ ഇതാ ഉപയോഗിക്കാം. ദ പസഫിക് ഓഷ്യൻ ഇസ് ദ ലാർജസ്റ്റ് ഓഷ്യൻ ഇൻ ദ വേൾഡ്. ദ പസഫിക് ഓഷ്യൻ സമുദ്രം അല്ലെ. ദ ഗംഗ വലിയ നദിയാണ്. ദ ആർട്ടിക് അല്ലെ, ഒരു വലിയ ഭൂപ്രദേശമാണ്, ഒരു ഭൂഖണ്ഡമാണ്. ആർ ഷിപ്പ് ക്രോസ് ദ അറ്റ്ലാന്റിക് അല്ലെ, ഒരു സമുദ്രം. will go on a cruise down the Nile, വലിയൊരു നദിയാണ്. അപ്പൊ നദികളുടെയും പുഴയുടെയും, ഇനി പുഴ വലുതാണെന്നില്ല, ചെറിയ പുഴ അല്ലെങ്കിൽ അയൽവക്കത്ത് കൂടെ ഒഴുകുന്ന ചെറിയ, അല്ലെ ഇപ്പൊ എന്റെ വീടിന്റെ ഇവിടെ നിന്ന് തിരിയപ്പെട്ട് പോയ ഒരു പുഴയുണ്ട്, നൂൽപ്പുഴ. ഓക്കെ, അത് നൂൽപ്പുഴയാണെങ്കിൽ ദ നൂൽപ്പുഴ. അത് ഗംഗാ നദി ആണെങ്കിലും, എൻ്റെ നാട്ടിലെ നൂൽപ്പുഴയാണെങ്കിലും
ദാ വേണം. ഇപ്പം അടുത്ത് കഴിഞ്ഞ LPP കാണാൻ തോന്നുന്നുണ്ട്, കബനി ചോദിച്ചില്ലേ, കബനി വയനാട്ടിലൂടെ ഒഴുകുന്ന പുഴയാണ് കബനി. ദ കബനി ഒരുപാട് പേര് തെറ്റിച്ചു. യെസ്, അപ്പം അത് ഓർക്കുക. ഇനി സൂപ്പർലേറ്റീവ് ഡിഗ്രി വാക്കുകൾക്ക് മുമ്പിൽ ഇതാ ഉപയോഗിക്കണം. വാട്ട് ഈസ് സൂപ്പർലേറ്റീവ്? എസ്റ്റ് വെച്ച് പറയുന്നില്ലേ, അതിന് സൂപ്പർലേറ്റീവ്. മോഹൻ is the cleverest. Est. The Ganga is the holiest, the longest, the tallest, the wisest, the youngest. Est. ദാവാണ്. എസ്റ്റ് ഉണ്ടോ ദാവാണ്. ദാറ്റ് മീൻസ് സൂപ്പർലേറ്റീവ് ആയിട്ടുള്ള വാക്കുകളുടെ സൂപ്പർലേറ്റീവ്സ് ഡിഗ്രിയുടെ കൂടെ ഈ എസ്റ്റിൽ അവസാനിക്കുന്ന വാക്കുകളെ സൂപ്പർലേറ്റീവ് ഡിഗ്രി എന്നാ പറയുക. അത്തരത്തിൽ സൂപ്പർലേറ്റീവ് ഡിഗ്രികൾക്ക് മുമ്പിൽ ദാ വേണം. മനസ്സിലായോ? 20ാമത്തെ പോയിന്റ്, യൂസ് ദ ബിഫോർ ദ നെയിംസ് ഓഫ് ഷിപ്പ്, ട്രെയിൻ. ഷിപ്പ്, ട്രെയിൻ എന്നിവയുടെ മുമ്പിൽ സാധാരണ രീതിയിൽ അവയുടെ പേരിന്റെ മുമ്പിൽ ദാ ചേർക്കുന്നു. ദ മലബാർ എക്സ്പ്രസ് റൺസ് ബിറ്റ്വീൻ കൊച്ചിൻ ആൻഡ് മാംഗ്ലൂർ. ദ ക്വീൻ എലിസബത്ത് ഈസ് എ ഫേമസ് ബ്രിട്ടീഷ് ഷിപ്പ്. ഇതൊരു കപ്പലാണ് ദ ക്വീൻ എലിസബത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇത് മനുഷ്യനല്ല, ക്വീൻ എലിസബത്ത്. ഓക്കെ. ദ ജലാശ്വ ഈസ് ഷിപ്പ് ഓഫ് ദി ഇന്ത്യൻ നേവി. ഇന്ത്യൻ നേവിയുടെ ഒരു ഷിപ്പാണ് ജലാശ്വ. ഓക്കെ, യെസ്. അപ്പൊ ഇതുപോലെ ഷിപ്പുകളുടെയും ട്രെയിനിന്റെയും പേരിന്റെ മുമ്പിൽ. ഇനി നമ്മൾ ദിശകൾ പറയൂലേ, റൈറ്റ്, ലെഫ്റ്റ്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത്, നോർത്ത് തുടങ്ങിയ ദിശകൾക്ക് മുമ്പിൽ നമ്മൾ ഇതാ ഉപയോഗിക്കും. ദ റൈറ്റ്, ദ ലെഫ്റ്റ്. ഓക്കെ, ദിശകൾക്ക് മുമ്പിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ദാ ഉപയോഗിക്കുന്നു. സൺറൈസസ് ഇൻ ദ ഈസ്റ്റ് എന്ന് പറയുന്നില്ലേ, ദ ഈസ്റ്റ്. യെസ്, വെരി ഗുഡ്. അതെന്തുകൊണ്ടാണ്? ദിശകൾക്ക് മുമ്പിൽ ദാ ഉപയോഗിക്കുന്നതാണ്. ഇനി അടുത്തത്, യൂസ് ദ ബിഫോർ ആൻ ഓർഡിയൽ നമ്പർ. ഓർഡിയൽ നമ്പേഴ്സ് അല്ലേ നമ്മൾ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് എന്നൊക്കെ പറയുന്ന. ദ സെക്കൻഡ്, ദ 12th, ദ 6th. either go the second rank in the exam. December is the 12th month of a year. Saturday is the 6th day of a week. Okay. ഇനി അടുത്ത പോയിന്റ്, വലിയ ഫേമസ് ആയിട്ടുള്ള അവാർഡ്സിന്റെ മുമ്പിൽ എവറി ഫിലിം മേക്കർ ഹോപ്സ് ടു ഗെറ്റ് ദ ഓസ്കർ അവാർഡ്. റസൂൽ പൂക്കുട്ടി won the Academy Award. ടാഗോർ won the Nobel Prize. വലിയ ഫേമസ് ആയിട്ടുള്ള അവാർഡ്സിന്റെ മുമ്പിൽ എന്ത് ചെയ്യുന്നു? ദാ ഉപയോഗിക്കുന്നു. ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങൾ പറയുമ്പോൾ അവയ്ക്ക് മുമ്പിൽ ദാ ഉപയോഗിക്കുന്നു. എന്തെങ്കിലും മാർക്കോണി ഇൻവെന്റഡ് ദ റേഡിയോ. ഓക്കെ, ഇൻവെന്റഡ് ദ റേഡിയോ കണ്ടുപിടിച്ചു അല്ലേ. ദ റേഡിയോ എന്തെങ്കിലും കണ്ടുപിടിച്ചു, ഇൻവെന്റ് ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ദ ഉപയോഗിക്കുന്നു. വി യൂസ് ദ ബിഫോർ ദ കിങ്. ക്വീൻ, എംപറർ, പോപ്പിന്റെ ഒക്കെ പേര് പറയില്ലേ, അപ്പൊ യൂസ് ചെയ്യുന്നു. ദ എംപറർ took his last breath. The king was very kind. The queen was very wise. കുറെ പോയിന്റുകളായി പറയുന്നത്. അപ്പൊ നിങ്ങളൊക്കെ വിചാരിക്കും, ഇത്രയും പോയിന്റൊക്കെ ഞാൻ അങ്ങനെ ഓർത്തിരിക്കും, ഇത് ഇങ്ങനെ പറഞ്ഞു 25 പോയിന്റുകളായി. നിങ്ങളാരാ ഓർത്തിരിക്കാൻ പറഞ്ഞത്? ജസ്റ്റ് മനസ്സിലാക്കി പോയാൽ മതി, വെറുതെ ഒന്ന് മനസ്സിലാക്കി പോയാൽ മതി കേട്ടോ. അത് കാണാതെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നോ ബേജാർ അൻസി, ബേജാർ ബേട കേട്ടാ, നോ ബേജാർ. ഇനി നേരത്തെ ഞാൻ പറഞ്ഞു, രാജാവിൻ്റെയും രാജ്ഞിയുടെയൊക്കെ അല്ലെ, ക്വീൻ്റെയും കിങ്ങിൻ്റെയും മുമ്പിൽ ദാ വേണം. പക്ഷേ പേര് കൂട്ടി പറയുമ്പോൾ വേണ്ട. കിങ് മാർത്താണ്ഡവർമ്മ, ദിസ് ഈസ് എ പ്രോപ്പർ നെയിം, അതൊരു പേരാണ്. ക്വീൻ എലിസബത്ത്, ഇതൊരു പേരാണ്. അപ്പോ കിങ്ങിൻ്റെയും ക്വീൻ്റെയും കൂടെ ദാ വേണ്ട. കഴിഞ്ഞു. 25 പോയിന്റുകളും കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ ദാ എവിടെയെല്ലാം ഉപയോഗിക്കുമെന്നുള്ളത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. നിങ്ങൾ കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു. കാരണം എന്താണെന്നറിയോ, ചോദ്യം വരുമ്പോൾ ഇതൊക്കെ ആൻസർ കിട്ടും. ജസ്റ്റ് മനസ്സിലാക്കി പോയാൽ മതി എന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ ഒരു ഉദാഹരണമാണ്, ഇതിൻ്റെ ആൻസർ എന്ന് എഴുതിയ HSIക്ക് ചോദിച്ചാണ്. യൂസ് ദ ആർട്ടിക്കിൾ ദ ടീച്ചർ ഡ്രൂ എ ട്രീ ഓൺ ഡാഷ് ബ്ലാക്ക് ബോർഡ്. നോക്കട്ടെ എത്ര പേർക്ക് ആൻസർ ചെയ്യാൻ സാധിക്കുമെന്നുള്ളത്. ഒന്ന് ടൈപ്പ് ചെയ്ത് നോട്ടെ.
വെരി ഗുഡ്. എന്തിനാണ് അവിടെ ദാ? വൈ? എന്തുകൊണ്ട് അവിടെ ദാ വന്നു? നിങ്ങൾ പറ. വൈ ധാ? എന്തിനാണ് ധാ? കാരണം ആദ്യത്തെ പോയിന്റ് ഒബ്വിയസ് ആയി പറയാൻ വേണ്ടി എവിടെയാണ് ടീച്ചർ വരച്ചത്? ടീച്ചർക്ക് വേണമെങ്കിൽ നോട്ട്ബുക്കിൽ വരച്ചുകൂടെ? ക്ലാസ് റൂമിന്റെ ചുമരിൽ വേണം വരച്ചുകൂടെ? കുട്ടികളുടെ കയ്യിൽ വരച്ചു കൊടുത്തൂടെ? ദ ബ്ലാക്ക് ബോർഡ്, ഓൺ ദി ബ്ലാക്ക് ബോർഡ്. വളരെ ഒബ്വിയസ് ആയിട്ട് ടീച്ചർ പറയാണ് ബ്ലാക്ക് ബോർഡിലാണ് വരച്ചത്. ഓക്കെ, വളരെ കൃത്യമായിട്ട് പറയാണ്. അപ്പൊ ഒബ്വിയസ് ആയിട്ട് പറഞ്ഞു. ഇനി ഡാഷ് പേഴ്സൺ ഹു ഡൈഡ് യെസ്റ്റർഡേ വാസ് എ ഹാർട്ട് പേഷ്യന്റ്. Okay, let me see whether you can write the correct answer. Everybody. ഒന്ന് ആൻസർ ചെയ്ത് നോക്കട്ടെ. ഒരു സംശയം വേണ്ട. ദ പേഴ്സൺ. വൈ? എന്തുകൊണ്ടാണ് ഡാഷ് പേഴ്സൺ ഹു ഡൈഡ് യെസ്റ്റർഡേ, ഇന്നലെ മരിച്ച ആ വ്യക്തി എന്ന് പറയുമ്പോൾ അത് സ്ട്രെസ് ചെയ്തിട്ട് പറയാണ് അല്ലേ? സ്ട്രെസ് ചെയ്തെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ അതിനെന്താ പറഞ്ഞത്? പെർട്ടിക്കുലർ പേഴ്സൺ. നമ്മൾ പോയിന്റ് പഠിച്ചിട്ടില്ലേ? പെർട്ടിക്കുലർ പേഴ്സൺ അല്ലെ? പെർട്ടിക്കുലർ പേഴ്സൺ ഓർ പെർട്ടിക്കുലർ ഒബ്ജക്റ്റ് എന്ന് പഠിച്ചിട്ടില്ലേ? ദിസ് ഈസ് എ പെർട്ടിക്കുലർ പേഴ്സണെ കുറിച്ചാണ്. ഇന്നലെ മരിച്ച ആ വ്യക്തി, ആ പെർട്ടിക്കുലർ വ്യക്തിയെ കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ടാണ്. അങ്ങനെയാണ് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 15. ഇന്നലത്തെ പാർട്ട് 1 ചോദിച്ചതിന്റെ ബാലൻസ് ആണ്. അടുത്തത്, ഡാഷ് ലേഡി ഇൻ യെല്ലോ സാരി ഇസ് മൈ സിസ്റ്റർ. മഞ്ഞ സാരിയിലുള്ള ആ ലേഡി. അവിടെ കുറെ ലേഡികളുണ്ട്. അപ്പോ പെർട്ടിക്കുലർ ആയ ഒരാളെ പറ്റിയാ പറയുന്നത്. പെർട്ടിക്കുലർ ആയ ഒരാളെ പറ്റിയാണ് പറയുന്നത് അല്ലെ? യെസ്. അപ്പോൾ ദ ലേഡി ഇൻ യെല്ലോ സാരി, യെല്ലോ സാരിയിലുള്ള ആ ലേഡി. മനസ്സിലായില്ലേ? യെല്ലോ സാരിയിലുള്ള ആ ലേഡി. ഇനി അടുത്ത ചോദ്യം, ഡാഷ് പേഴ്സൺ ഹൂ ഡൈഡ്. അതിനല്ലേ ചോദിച്ചത്? അത് നിങ്ങൾക്ക് മനസ്സിലായി അല്ലേ? ദ പേഴ്സൺ ഹൂ ഡൈഡ് യെസ്റ്റർഡേ ബിക്കോസ് പെർട്ടിക്കുലർ പേഴ്സൺ. അടുത്ത ചോദ്യം എന്താ? അടുത്ത ചോദ്യം, fill in the space using the correct article. This is dash book I was searching for. 17ാമത്തെ ആൻസർ എന്താ നോക്കട്ടെ. വൈ? എന്തുകൊണ്ട് ദാ ഉപയോഗിച്ചു? റീസണും കൂടെ പറയണം. This is the book I was searching for. ഞാൻ തിരയുന്ന ആ പുസ്തകം. പെർട്ടിക്കുലർ അല്ലെ? പെർട്ടിക്കുലർ ഒബ്ജക്റ്റിനെ കുറിച്ചാണ്. പെർട്ടിക്കുലർ പേഴ്സൺ, പെർട്ടിക്കുലർ ഒബ്ജക്റ്റ്. അപ്പൊ ഇവിടെ ദാ വേണം. ദിസ് ഈസ് ദ ബുക്ക് ഐ വാസ് സെർച്ചിങ് ഫോർ. ഞാൻ തിരയുന്ന ആ പുസ്തകമാണ് ഇത്. അടുത്ത, ഡാഷ് സ്പാനിഷ് നോൺ ഫോർ ദി ഹോസ്പിറ്റാലിറ്റി. ഇത് പറയാൻ വിട്ടുപോയിട്ടുണ്ടല്ലോ. പറയാൻ വിട്ടുപോയിട്ടുണ്ട്. ഒരു പോയിന്റ് വിട്ടുപോയിട്ടുണ്ട് പറയാൻ. അത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. വിട്ടുപോയത് ഇവിടെ ദ സ്പാനിഷ് പറഞ്ഞിട്ടുണ്ട്. ദ ഇന്ത്യൻ ഓർമ്മയുണ്ട? ദ ഇന്ത്യൻ ഹോൾ ഗ്രൂപ്പ്. സ്പാനിഷ് സ്പെയിനിലെ ആൾക്കാരെയാണ്. അപ്പോൾ ഹോൾ ഗ്രൂപ്പിനെ സൂചിപ്പിക്കാൻ, ഹോൾ ഗ്രൂപ്പ് ഒരു കൂട്ടം ആളുകളെ. ഓർമ്മയില്ല? ദ പുവർ, ദ റിച്ച്, ദ ഇന്ത്യൻ, ദ സ്പാനിഷ് പറഞ്ഞിട്ടുണ്ട്. യെസ്, വെരി ഗുഡ്. അടുത്തത്, ഡാഷ് റിച്ച് മസ്റ്റ് ഹെൽപ്പ് ദ പുവർ. അതാ ഇവിടെ തന്നെ ക്ലൂ ഉണ്ട് അല്ലെ? ദ പുവർ പറഞ്ഞിട്ടുണ്ട്, പാവപ്പെട്ടവർ. അപ്പൊ പണക്കാരന്റെ മുമ്പിൽ എന്ത് വേണം? ദ റിച്ച്. ഓപ്ഷൻ എ ആണ് ശരി. അടുത്ത ക്വസ്റ്റ്യൻ, യൂസ് ദ കറക്റ്റ് ഫോം ഓഫ് ആർട്ടിക്കിൾ. ദർ വർ സെവറൽ ബാറ്റിൽസ് ബിറ്റ്വീൻ ഇംഗ്ലീഷ് ആൻഡ് ഫ്രഞ്ച് ഇൻ ഇന്ത്യ. ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾ യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെയാണ് പ്രശ്നം അല്ലേ? ഓപ്ഷൻ എ, ബി, സി, ഡി ഏതാ ശരി? വെരി ഗുഡ്. എന്താണ് ആഷ്ലി? ഓപ്ഷൻ എ ആണ്. കാരണം എന്താ?
ഇംഗ്ലീഷ്, ഇവിടെ ഇംഗ്ലീഷ് ടു കാർ, ഹോൾ ഗ്രൂപ്പിനെയാണ് സൂചിപ്പിക്കുന്നത് അല്ലെ. ഹോൾ ഗ്രൂപ്പിനെ സൂചിപ്പിക്കാൻ അല്ലെ കുറെ ആൾക്കാരെ പറ്റിയാ പറയുന്നത്. The English, the French. This is the right answer. അടുത്തത് dash Bible is the holy book of Christians. The Bible. Bible, the Bible. ഒരു ഹോളി ബുക്കാണ്. അടുത്തത് when she plays dash piano she seems to be in heaven. പ്ലേസ് ഉണ്ട്, എന്തിൻ്റെ? പിയാനോ ഒരു വാദ്യോപകരണമാണ്. അപ്പോൾ ഇതാ വേണം, ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. ഓപ്ഷൻ സി അല്ലേ? ഡാഷ് വെസ്റ്റേൺ ഗേറ്റ് ഷുഡ് ബി പ്രൊട്ടക്റ്റഡ് ടു സേവ് ദ ലൈഫ് ഓഫ് കേരള. 23ന്റെ ആൻസർ എന്താ? എന്തിനാണ് എല്ലാവരും പറയുന്നുണ്ട് ഓപ്ഷൻ ബി അല്ലേ. എന്തിനാ വെസ്റ്റേൺ ഗട്ട്സിന്റെ മുമ്പിൽ ഉപയോഗിക്കുന്നത്? അതൊരു മലനിരകളാണ്, മൗണ്ടെയിൻ റേഞ്ചസ് ആണ്. മൗണ്ടെയിൻ റേഞ്ചസിന് മുമ്പിൽ ഉപയോഗിക്കണം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. യെസ്, അങ്ങനെയെങ്കിൽ ഡാഷ് എവറസ്റ്റ് ഇസ് ദ ഹയസ്റ്റ് പീക്ക് ഇൻ ദ വേൾഡ്. 24 2014 ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചാണ്. ഓപ്ഷൻ ഡി, നോ ആർട്ടിക്കിൾ. വൈ? എവറസ്റ്റ് ഒരു സിംഗിൾ പീക്കാണ്, ഒരു സിംഗിൾ പീക്കാണ് അല്ലേ. ഡാഷ് കൗ ഈസ് യൂസ്ഫുൾ ആനിമൽ. പറ, നിങ്ങൾ പറ. പശുവിൻ്റെ മുമ്പിൽ കൗ അല്ലെ. എന്തുകൊണ്ടാണ്? ഓപ്ഷൻ എ, വാട്ട് ഈസ് എ റീസൺ? 2 കാര്യങ്ങൾ ഉണ്ടാവണം. ഒന്ന്, സിംഗുലർ നൗൺ ആയിരിക്കണം. 2, അത് ഹോൾ ഗ്രൂപ്പിനെ അല്ലെങ്കിൽ ഹോൾ ക്ലാസ്സിനെ സൂചിപ്പിക്കുന്നതായിരിക്കണം. അത് ഹോൾ ക്ലാസ്സിനെ, ലോകത്തെല്ലാ പശുക്കളെ കുറിച്ചാണ് പറയുന്നത്. ഇത് സിംഗുലറുമാണ്. പ്ലൂറലാണെങ്കിൽ സംഭവം മാറി അല്ലേ. യെസ്. 26ാം ചോദ്യം, ഡാഷ് ലയൺ ഇസ് ദ കിങ് ഓഫ് ദ ഫോറസ്റ്റ്. എന്താണ് 26? എന്തുകൊണ്ടാണ് ലയൺ എന്ന് പറയുന്നത് ലോകത്തിലെല്ലാം അല്ലെ ഹോൾ ക്ലാസ്സിനെ സൂചിപ്പിക്കുന്നു. മാത്രമല്ല ലയൺസ് എന്ന് പറഞ്ഞിട്ടില്ല, സിംഗുലർ നൗൺ ആണ്, സിംഗുലർ നൗൺ ആണ്. സോ ദാ വേണം. Choose the correct article to fill the blank in the sentence. Dash rose is the sweetest of all flowers. 2015 ചോദിച്ച ചോദ്യം. റോസ് സിംഗുലർ ആണ് അല്ലേ, ഹോൾ ക്ലാസ്സിനെ സൂചിപ്പിക്കുന്നുണ്ട്. ഇതാ വേണം. Varanasi stands on the banks of Dash Ganga. എന്തുകൊണ്ടാ അശ്വതി ദാ വരുന്നത്? എന്തുകൊണ്ടാ? നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, റിവേഴ്സ്, ഓഷ്യൻ, ജോഗ്രഫിക്കൽ ഏരിയാസ് ഒക്കെ പറയുമ്പോൾ അല്ലെ വേണം. എന്താ വേണം? നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് വന്നിട്ടുണ്ടോ? ആർട്ടിക്കിള് ചോദ്യം വന്നു കഴിഞ്ഞാൽ ചെയ്യുമെന്നൊരു കോൺഫിഡൻസ് വന്നാ? ലേക്കിന്റെ കേസാ? ലേക്ക് വരില്ല കേട്ടോ. വൈൽ വിസിറ്റിംഗ് ഈജിപ്ത് ഐ വെന്റ് ടു സീ നൈൽ. നൈൽ ഒരു നദിയാണ് അല്ലെ, നൈൽ നദി. Home is the sweetest place on the earth.
30ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം. എന്തിനാണ് സ്വീറ്റസ്റ്റിന്റെ മുമ്പിൽ? വെരി ഗുഡ്, സുജി പറഞ്ഞാണ് അതിന്റെ കറക്റ്റ്. സ്വീറ്റസ്റ്റിന്റെ എസ്റ്റ് കണ്ടോ, ഇതിനെ നമ്മൾ സൂപ്പർലേറ്റീവ് എന്നാണ് വിളിക്കുക. എന്താണ് സൂപ്പർലേറ്റീവ്? സൂപ്പർലേറ്റീവ്സിന്റെ മുമ്പിൽ ദാ വേണം. Agriculture has dash most prominent. മോസ്റ്റും സൂപ്പർലേറ്റീവ് ആണ് കേട്ടോ. സൂപ്പർലേറ്റീവ് ആണ് മോസ്റ്റ്. The most prominent, please. Fill in the blank space with suitable articles. Rajdhani is one of dash grandest train India. രാജധാനി ഉണ്ട്, ഗ്രാൻഡസ്റ്റ് ഉണ്ട്. എസ്റ്റ് സൂപ്പർലേറ്റീവ് ആണ്. രാജധാനി ദി നെയിം ഓഫ് എ ട്രെയിൻ ആണ്. അപ്പോൾ ഏതായിരിക്കും ഉത്തരം? വെരി ഗുഡ്, ഓപ്ഷൻ സി ആണ്. ദ രാജധാനി, ദ ഗ്രാൻഡസ്റ്റ് ട്രെയിൻസ് അല്ലേ? ഡാഷ് ക്വീൻ വിക്ടോറിയ ഇസ് എ ഫേമസ് ബ്രിട്ടീഷ് ഷിപ്പ്. ക്വീൻ വിക്ടോറിയ ഒരു ഷിപ്പിന്റെ പേരാണ്, അതുകൊണ്ട് ദാ വേണം. When dash Titanic was crossing dash Atlantic, she struck an iceberg. എന്താണ് 34ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം? ഓപ്ഷൻ എ, ബി, സി, ഡി. വെരി ഗുഡ്. എന്താണ് ആൻസർ? ഓപ്ഷൻ സി ആണ്. ദ ടൈറ്റാനിക്. ടൈറ്റാനിക് ഒരു കപ്പലിന്റെ പേരാണ്. അറ്റ്ലാന്റിക് ഒരു ഭൂഖണ്ഡമാണ്. ഒരു സമുദ്രമാണ്, അറ്റ്ലാന്റിക് സമുദ്രം. അപ്പോൾ ദ ടൈറ്റാനിക്, ദ അറ്റ്ലാന്റിക്, സമുദ്രത്തിന്റെ മുമ്പിലും കപ്പലിന്റെ മുമ്പിലും ദാ വേണം. ഓക്കെ. Would suitable articles were necessary, you must turn to dash left. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ലെഫ്റ്റ് റൈറ്റ് പോലെയുള്ള ഡയറക്ഷൻസ് പറയുമ്പോൾ എന്ത് വേണം? ദാ വേണം. ദ ലെഫ്റ്റ്, ദ റൈറ്റ് അല്ലേ? യെസ്. When was dash radio invented? ഒരു പോയിന്റ് നമ്മൾ പഠിച്ചിട്ടില്ലേ, ഇൻവെൻഷൻസ്, കണ്ടുപിടുത്തങ്ങൾ പറയുമ്പോൾ അല്ലേ? ദ റേഡിയോ ഇൻവെന്റഡ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ വളരെ വിശദമായിട്ട് പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇനി നമുക്ക് വേണ്ടത് എവിടെ ദാ ഉപയോഗിക്കരുത് എന്നുള്ളതാണ്. അപ്പോൾ അതുകൂടെ പഠിക്കാനുള്ള സമയം നമുക്ക് വളരെ പെട്ടെന്ന് പറഞ്ഞു പോവാം. ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആയ ദാ ഉപയോഗിക്കരുതാത്ത സന്ദർഭങ്ങൾ: 1, നോ ആർട്ടിക്കിൾ യൂസ്ഡ് ബിഫോർ എ പ്രോപ്പർ നൗൺ. ഇതാണ് നേരത്തെ മുഴുവൻ ഞാൻ പറഞ്ഞത്. ദ രാജൻ എന്ന് പറയാൻ പാടില്ല, ദ ട്രിവാൻഡ്രം എന്ന് പറയാൻ പാടില്ല. ട്രിവാൻഡ്രവും രാജനും ഒക്കെ പേരുകളാണ്. രാജനും ട്രിവാൻഡ്രം ഒക്കെ മനുഷ്യന്റെ സ്ഥലത്തിന്റെ ഒക്കെ പേരുകളാണ്, അവിടെ പാടില്ല. അതുപോലെ നോ ആർട്ടിക്കിൾ യൂസ്ഡ് ബിഫോർ ദ മെറ്റീരിയൽ നൗൺസ് യൂസ് ഇൻ എ ജനറൽ സെൻസ്. ജനറൽ സെൻസിൽ പറയുന്ന മെറ്റീരിയൽ നൗൺസ് എന്ന് പറഞ്ഞാൽ വേറൊരു വസ്തു ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന നൗണുകളാണ്. അപ്പൊ ഉദാഹരണമായിട്ട് ഞാൻ പറയാം, മെറ്റൽസ് ഇല്ലേ, മെറ്റൽസ്. എല്ലാ മെറ്റലും മെറ്റീരിയലാണ്. കാരണം മെറ്റലുകൾ കൊണ്ട്, ലോഹങ്ങൾ കൊണ്ട് നമ്മൾ പലതും ഉണ്ടാക്കുന്നു അല്ലേ? അതുപോലെ ഭക്ഷണ പദാർത്ഥങ്ങൾ മെറ്റീരിയൽ നൗണാണ്. ഫുഡ് ഐറ്റംസ് പലതും ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നതാണ്. ഗോൾഡ് ഇസ് എ പ്രഷ്യസ് മെറ്റൽ. ദ ഗോൾഡ് എന്ന് പറയരുത്. ഗോൾഡ് ഇസ് എ മെറ്റീരിയൽ നൗൺ. കാൽസ്യം ഇസ് എ ഗുഡ് മിനറൽ ഫോർ ഹെൽത്ത്. കാൽസ്യം അല്ലേ? കാൽസ്യം എന്ന് പറയുന്നത് ഒരു മെറ്റീരിയൽ നൗണാണ്. ഓക്കെ, ശ്രദ്ധിക്കണേ. മെറ്റൽസ്, ഫുഡ്, അതുപോലെ മിനറൽസ് കേട്ടോ. ദ ഹണി എന്ന് പറയുന്നത് ഹണി ഈസ് എ ഹോൾസം ഫുഡ്. ഇതൊരു ഫുഡ് ആയിട്ടാണ്, ബെനഫിഷ്യൽ ടു ഹെൽത്ത്. അപ്പൊ മെറ്റീരിയൽ നൗൺസിന്റെ മുന്നേ പാടില്ല ഗോൾഡിന്റെയും കാൽസ്യത്തിന്റെയും ഹണിയുടെയും. ഈ ഗോൾഡൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അടുത്തത് അബ്സ്ട്രാക്ട് നൗണുകൾ പൊതു അർത്ഥത്തിൽ ഉപയോഗിക്കുമ്പോൾ ദാ ഉപയോഗിക്കരുത്. അബ്സ്ട്രാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സെൻസ് ഓർഗൻസ് കൊണ്ട് കാണാൻ പറ്റാത്തത്. ഹോണസ്റ്റി ഈസ് ദ ബെസ്റ്റ് പോളിസി. ദ ഹോണസ്റ്റി എന്ന് പറയുന്നത് കാരണം സത്യസന്ധത അല്ലേ? പ്രൈഡ് എന്ന് പറഞ്ഞാൽ അഹങ്കാരം. ഗോസ് ബിഫോർ എ ഫോൾ. അഹങ്കാരം എന്ന് പറയുന്നത് നമുക്ക് തൊട്ട് നോക്കാൻ പറ്റൂല. ലവ്, സ്നേഹം നമുക്ക് തൊട്ട് നോക്കാൻ പറ്റില്ല. അതും ഒരു അബ്സ്ട്രാക്റ്റാണ്. നമുക്ക് തൊട്ട് നോക്കാൻ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് അറിയാൻ കഴിയാത്തതിനെയാണ് നമ്മൾ അബ്സ്ട്രാക്ട് എന്ന് പറയുന്നത്. അതിന് ജനറൽ സെൻസിൽ യൂസ് ചെയ്യുമ്പോൾ ദാ ഉപയോഗിക്കരുത്. ലവ് ഈസ് നോട്ട് ടു ബി ഫൗണ്ട്. അതായത് സ്നേഹം എന്ന് പറയുന്നത് കടയിൽ കിട്ടില്ല. സ്നേഹത്തിനെ ജനറൽ സെൻസിലാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഡോണ്ട് യൂസ് ദ ബിഫോർ ദ മാൻ ഓർ വുമൺ വെൻ ഇറ്റ് റെപ്രസെന്റ്സ് ദ ഹോൾ ക്ലാസ്.
മനുഷ്യൻ മാനിനെയും മാൻ അല്ലെങ്കിൽ വുമൺ എന്ന് പറയുമ്പോൾ വേണ്ട. ഗോഡ് ക്രിയേറ്റഡ് മാൻ ആൻഡ് വുമൺ. മാൻ ഇസ് ദ ഓൺലി ആനിമൽ ദാറ്റ് ക്യാൻ ലവ്. മാൻ വുമൺ ജനറൽ സെൻസിൽ യൂസ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യേണ്ട. ഫുഡ് ഐറ്റംസിനെ ജനറൽ സെൻസിൽ പറയുമ്പോൾ വേണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് ഫുഡിന്റെ മുമ്പിൽ വേണ്ട എന്നല്ല, ഫുഡ് ജനറൽ സെൻസിൽ, ഫുഡിന് മുമ്പിൽ ചിലപ്പോൾ നമുക്ക് ആവശ്യമായിട്ട് വരും. മനസ്സിലായില്ലേ? ഞാൻ ഇന്നലെ വാങ്ങിയ തേൻ, ദ ഹണി ഐ ബോട്ട് യെസ്റ്റർഡേ എന്ന് പറയുമ്പോൾ വേണ്ടേ? വേണം. ജനറൽ സെൻസിൽ ഹണി ഈസ് എ സ്വീറ്റ് ഫുഡ് ഐറ്റം, ഹണി ഈസ് വെരി യൂസ്ഫുൾ എന്ന് പറയുമ്പോൾ ഒന്നും ദ ഹണി എന്ന് പറയരുത്. മനസ്സിലായോ? ഓക്കെ, ജനറൽ സെൻസിൽ പറയുമ്പോൾ പാടില്ല എന്നാ പറഞ്ഞത്. ഇനി ഡോണ്ട് യൂസ് ദ ബിഫോർ ദ പ്ലൂറൽ അൺകൗണ്ടബിൾ നൗൺസ് വെൻ റെപ്രസെന്റ് ദ ഹോൾ ക്ലാസ് ഓർ വെൻ ഇറ്റ് ഇസ് യൂസ്ഡ് ഇൻ ജനറൽ സെൻസ്. ശ്രദ്ധിക്കണേ, നേരത്തെ പറഞ്ഞ കാര്യമാണ്. ജനറൽ സെൻസിൽ ഉപയോഗിക്കുമ്പോൾ പ്ലൂറൽ ആണെങ്കിൽ ആപ്പിൾസ് ആർ ട്രീറ്റഡ് ആസ് സാക്രഡ് ഇൻ ഇന്ത്യ. സോറി, cows are treated as sacred in India. Cows, apples are grown in many countries. Dogs, ഇതൊക്കെ പ്ലൂറൽ കണ്ടോ? പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, വാട്ടർ. ഓക്കെ, വാട്ടർ എന്ന് പറയുന്നത് എന്താണ്? അൺകൗണ്ടബിൾ ബിഫോർ ആൻഡ് അൺകൗണ്ടബിൾ നൗൺ. വെള്ളം എണ്ണാൻ പറ്റുമോ? ഇല്ല. ഗോൾഡ്, സ്വർണ്ണം എണ്ണാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അൺകൗണ്ടബിൾ ആയിട്ടുള്ളവയുടെ മുമ്പിലും അൺകൗണ്ടബിൾ ആയിട്ടുള്ള നൗണിലെ അത് പ്ലൂറൽ സെൻസിൽ ഉപയോഗിക്കുമ്പോഴും, പിന്നെയോ പ്ലൂറൽ നൗണ് ജനറൽ സെൻസിൽ ഉപയോഗിക്കുമ്പോഴും, അൺകൗണ്ടബിൾ ജനറൽ സെൻസിൽ ഉപയോഗിക്കുമ്പോഴും, പ്ലൂറൽ നൗൺസ് ഇതൊക്കെ കൗസ്, ആപ്പിൾസ്, ഡോഗ്സ് ഒക്കെ പ്ലൂറൽ നൗൺസ്, അത് ജനറൽ സെൻസിൽ ഉപയോഗിക്കുമ്പോഴും ദ വേണ്ട. ഓക്കെ, ക്ലാസ് കഴിഞ്ഞാൽ നോട്ട് ക്ലാസിന്റെ കൂടെ അപ്ലോഡ് ചെയ്യും. റെക്കോർഡഡ് ക്ലാസിന്റെ കൂടെ നോട്ട് ഉണ്ടാവും. ഞാൻ പറഞ്ഞ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ വേഗം നോട്ടിൽ കയറിയിട്ട് നോട്ട് എടുത്തിട്ട് ഇങ്ങനെ നോക്കിയാൽ മതി. വീഡിയോ കണ്ടിട്ട് സമയം കളയണ്ട, കുറെ സമയം കളയാൻ നിൽക്കണ്ട. വീഡിയോ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം റിപ്പീറ്റ് ആയിട്ട് കണ്ടാൽ മതി. ദ ഇസ് നോട്ട് യൂസ്ഡ് വിത്ത് മദർ, ഫാദർ, അങ്കിൾ, ആണ്ട്. ഈ പറയുന്ന റിലേഷൻഷിപ്പിന്റെ മുമ്പിൽ ദ ഉപയോഗിക്കാറില്ല. മൈ മദർ എന്ന് പറയാം, ഹിസ് അങ്കിൾ എന്ന് പറയാം. ദ മദർ, ദ ഫാദർ എന്നൊന്നും പറയാറില്ല. ഡോണ്ട് യൂസ് ദ ബിഫോർ ദ സ്കൂൾ, കോളേജ്, മാർക്കറ്റ്, ഹോസ്പിറ്റൽ, ടെമ്പിൾ, ചർച്ച്, മോസ്ക്. അതായത് പബ്ലിക് പൊതുസ്ഥാപനങ്ങളിലെ അവിടേക്ക് പോവേണ്ടതായ ആവശ്യത്തിനാണ് പോണതെങ്കിൽ വേണ്ട. പ്രത്യേക കാര്യത്തിന് പോകുമ്പോൾ വേണം. ഇപ്പൊ ഉദാഹരണമായി ബ്രദർ ഗോസ് ടു സ്കൂൾ എവറി ഡേ. എല്ലാ ദിവസവും എൻ്റെ ബ്രദർ സ്കൂളിൽ പോകുന്നുണ്ട്, അവന് സ്കൂളിൽ പോകണം പഠിക്കാനാണ്. അവിടെ ദ സ്കൂളിൽ നിന്ന് വേണ്ട. എന്നാൽ ഐ വെന്റ് ടു ദ ഹോസ്പിറ്റൽ ടു കൺസൾട്ട് എ ഡോക്ടർ. സോറി, ഇവിടെയും ദാ വേണ്ട. എന്താ? ഡോക്ടറെ കാണാൻ തന്നെയല്ലേ ആശുപത്രി പോണത്, ഹോസ്പിറ്റൽ ഡോക്ടറെ കാണാൻ പോണത്. അപ്പൊ ദ ഹോസ്പിറ്റലിൽ നിന്ന് വേണ്ട, ഇവിടെ ദ സ്കൂൾ വേണ്ട, കാരണം എൻ്റെ ബ്രദർ പഠിക്കാൻ പോണാണ്. എന്നാൽ പ്രത്യേക ആവശ്യത്തിന് പോകുമ്പോൾ ഐ വെന്റ് ടു ദ സ്കൂൾ ടു സീ മൈ ബ്രദർ. ഞാൻ എൻ്റെ ബ്രദറിനെ കാണാൻ പോയി, ഞാൻ പഠിക്കാൻ പോയതല്ല. അപ്പൊ ദ സ്കൂൾ. ഐ വെന്റ് ടു ദ ഹോസ്പിറ്റൽ ടു മീറ്റ് മൈ അങ്കിൾ. ഞാൻ അങ്കിളിനെ കാണാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോയി. അങ്കിൾ സാധാരണ ആശുപത്രിയിലല്ല ഉണ്ടാവുക. അപ്പോൾ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള പർപ്പസിന് വേണ്ടി പോകുമ്പോൾ മാത്രമേ പൊതുസ്ഥാപനങ്ങളായ അമ്പലത്തിൻ്റെയും പള്ളിയുടെയും വിദ്യാലയത്തിൻ്റെയും ഒക്കെ മുമ്പിൽ ദാ ചേർക്കാൻ പാടുള്ളൂ. സ്പെഷ്യൽ കേസിൽ നോർമലായിട്ട് അങ്ങോട്ട് പോകേണ്ട ആവശ്യത്തിന് തന്നെയാണ് പോണതെങ്കിൽ, ഇപ്പോൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പള്ളിയിൽ പോവുകയാണെങ്കിൽ ദ ചർച്ച് എന്ന് വേണ്ട, വെറും ചർച്ച് മതി. ദ മോസ്ക് എന്ന് വേണ്ട, വെറും മോസ്ക് മതി. എന്നാൽ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് ആരെയും കാണാൻ വേണ്ടി പോവുകയാണെങ്കിൽ ദ വേണം. And if the acronyms are pronounced as a word, don't use any article. Acronyms എന്ന് പറഞ്ഞാൽ ഷോർട്ട് ഫോമുകൾ ഒരു വാക്കായിട്ട് വായിക്കാം. ഉദാഹരണം യുനെസ്കോ, ഇത് UNESCO എന്നാണ്, ഷോർട്ട് ഫോം ആണ് അല്ലെ. യുണൈറ്റഡ് നേഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഫുൾ ഫോം ഉണ്ട്. അപ്പൊ UNESCO എന്ന് പറയുന്നതിന് പകരം യുനെസ്കോ എന്ന് ഒറ്റ വാക്കായി പറയുന്നു. NASA നാസ എന്ന് പറയുന്നു. KIIFP കിഫ്ബി എന്ന് പറയുന്നു. NABARD നബാർഡ് എന്ന് പറയുന്നു. ഇങ്ങനെ ഒറ്റ വാക്കായി വായിക്കുന്നത് കൊണ്ട് ഇവയെ ആക്രോണിം എന്ന് പറയുന്നു. ആക്രോണിം എന്താന്ന് എനിക്ക് പരീക്ഷ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ ഒന്നും മുമ്പിൽ ദാ വേണ്ട. എന്നാൽ വേറിട്ട് ചില വായിക്കുന്ന, ഇപ്പൊ ഉദാഹരണം നമ്മൾ UN US എന്നൊക്കെ പറയില്ലേ, UN എന്നുള്ളത് അണ്ണെന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. സോ ദിസ് ഈസ് നോട്ട് ആക്രോണിം. അതുകൊണ്ട് ദ UN, ദ US,
അസ് എന്ന് പറയാൻ പറ്റും അമേരിക്കനെ യുണൈറ്റഡ് സ്റ്റേറ്റ് നമ്മൾ ഷോർട്ട് ആക്കിയിട്ട് യു എസ് എന്ന് പറയാൻ അസ് എന്ന് പറയാൻ പറ്റും ഇല്ല. അപ്പൊ ദിസ് ഈസ് നോട്ട് ആക്രോണിം, അതുകൊണ്ട് ദ യു എസ്, ദ EU. മനസ്സിലായോ? ISROന്റെ ഒരു കുഴപ്പമുണ്ട്. ISRO ഇസ്രോ എന്ന് പറയും, അതുകൊണ്ട് ISRO ദാ വേണമെങ്കിൽ ഉപയോഗിക്കാം, ഉപയോഗിക്കാതിരിക്കാം. ISRO രണ്ട് രീതിയിൽ പറയാം. ഓക്കെ, യെസ്. അത് ചോദിക്കാൻ പാടില്ല, പരീക്ഷ ചോദിച്ചു കഴിഞ്ഞാൽ, കാരണം രണ്ട് രീതിയിലും ശരിയാണ്, അതുകൊണ്ടാണ്. ഇനി ഭാഷകളുടെ പേരുകൾക്ക് മുമ്പിൽ സാധാരണയായിട്ട് ദാ ഉപയോഗിക്കുന്നില്ല. ഇംഗ്ലീഷ് ഇസ് ഹാർഡ്, ഗോബൽ വാൻസ് ടു ലേൺ ചൈനീസ്, മലയാളം, ഫ്രഞ്ച്. ഭാഷേൻ്റെ മുമ്പിൽ പാടില്ല. പക്ഷെ ഇവിടെ ചെറിയൊരു ചതിയുണ്ട്. എന്താണ്? ഭാഷയുടെ കൂടെ ലാംഗ്വേജ് എന്ന് ചേർത്താൽ ഇംഗ്ലീഷ് ലാംഗ്വേജ്, അപ്പൊ ദ ഇംഗ്ലീഷ് ലാംഗ്വേജ്, ദ ചൈനീസ് ലാംഗ്വേജ്, ദ മലയാളം ലാംഗ്വേജ്, ഇവിടെ ലാംഗ്വേജ് ഉണ്ട്, ദ ഫ്രഞ്ച് ലാംഗ്വേജ്. നോർമൽ കേസിൽ ഭാഷകളുടെ പേരിൻ്റെ മുമ്പിൽ പാടില്ല. അതിൻ്റെ കൂടെ ലാംഗ്വേജ് എന്ന് പറയുന്ന വേർഡ് ചേർത്തിട്ടുണ്ടെങ്കിൽ ഇതാ വേണം. ഇനിയും ഒരു ചതിയുണ്ട്. എന്താ ചതി? ഭാഷയുടെ പേരിനെ ആ നാട്ടിലെ ജനങ്ങളെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നതെന്ന് വിചാരിക്കാം. ഇപ്പൊ ഇംഗ്ലീഷ് എന്നുള്ളതിന് ദ ഇംഗ്ലീഷ് ഡോണ്ട് കെയർ ഫോർ പീപ്പിൾ ലൈക്ക് ദാറ്റ്. ഇവിടെ ഇംഗ്ലീഷുകാർ, ബ്രിട്ടീഷുകാർ എന്നാണ്. ദ ഫ്രഞ്ച്, ഇവിടെ ഫ്രഞ്ചുകാർ, ദ ഫ്രഞ്ച് ആർ റിനോൺഡ് ഫോർ ദർ കുക്കിംഗ്. അപ്പൊ ആ നാട്ടിലെ ജനങ്ങളെ, ജനവിഭാഗത്തെ സൂചിപ്പിക്കാൻ വേണ്ടി പറയുന്നത് കൊണ്ട് ഭാഷയുടെ പേരാണെങ്കിൽ കൂടിയും അവയുടെ കൂടെ ചേർക്കുന്നു. അപ്പോൾ ഇവിടെ ലാംഗ്വേജ് എന്ന അർത്ഥത്തിലല്ലല്ലോ ഉപയോഗിച്ചിരിക്കുന്നത്, അതുകൊണ്ടാണ്. ഓക്കെ, ചോദ്യം 37. ഡാഷ് അയൺ ഈസ് എ യൂസ്ഫുൾ മെറ്റൽ. പെട്ടെന്ന് ആൻസർ ചെയ്തോളൂ. എന്തുകൊണ്ടാണ് ഇവിടെ ഇതാരാ സ്റ്റേജിൽ വന്നിരിക്കുന്നത്? ഓക്കെ, എന്തുകൊണ്ടാണ് ഇവിടെ നോ ആർട്ടിക്കിൾ ആയത്? ബിക്കോസ് അയൺ എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ നൗൺ ആണ്. മെറ്റീരിയൽ നൗൺ മാത്രമല്ല, പ്ലസ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത് അയൺ ഈസ് എ യൂസ്ഫുൾ മെറ്റൽ ജനറൽ സെൻസിലാണ്. ഓക്കെ, അപ്പം ജനറൽ സെൻസിലുമാണ്, മെറ്റീരിയൽ നൗൺ ആണെങ്കിൽ ഇതാ വേണ്ട. അടുത്ത ചോദ്യം ലത്തീഫ, എന്ത് ചോദിക്കാണ്ടോ? ഇല്ലല്ലോ. ഓക്കെ, ഡാഷ് ഗോൾഡ് ഇസ് എ പ്രഷ്യസ് മെറ്റൽ. എന്തുകൊണ്ടാണ് ഇവിടെ നോ ആർട്ടിക്കിൾ? ഓപ്ഷൻ ഡി, ബിക്കോസ് ഗോൾഡ് ഈസ് എ മെറ്റീരിയൽ നൗൺ, മാത്രമല്ല ജനറൽ സെൻസിലാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? സം പീപ്പിൾ ഡു നോട്ട് ലൈക്ക് ഡാഷ് മിൽക്ക്. ചിലർ പാല് ഇഷ്ടപ്പെടുന്നില്ല. ഇവിടെ പാല്, മിൽക്ക് ഈസ് എ മെറ്റീരിയൽ നൗൺ, ഫുഡ് ആയിട്ടാണ്. ഡാഷ് മദർ വുഡ് ലൈക്ക് ടു സീ യു. മദർ, അല്ലെ? ഇത്തരം റിലേഷൻഷിപ്പിന്റെ മുമ്പിൽ വേണ്ട. അടുത്തത് fill in the blanks using an article. I went to Dash hospital to see my uncle. അങ്കിളിനെ കാണാനാണ്, അതുകൊണ്ട് I went to the hospital. വേണം. I went to the hospital to see my uncle. അങ്കിളിനെ കാണാൻ വേണ്ടി പോവാണ്, അതുകൊണ്ട് വേണം. He speaks Dash English language fluently. 42. ഇതാ വേണം. ഇംഗ്ലീഷിന് കൂടെ ലാംഗ്വേജ് ഉണ്ട്, അതുകൊണ്ടാണ്.